മാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടെ സാഷ്ടാംഗം വീണടക്കുന്ന ഈ കൂട്ടത്തെ തകൺപാത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സലസത്തുകടയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നുള്ളണമേ. ആമേ. പരിശുദ്ധ രാജ്ഞി കന്യയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പകൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് ഞങ്ങൾ അങ്ങേ പകർന്നിടേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും കന്യാമറിയമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നിരച്ച് സന്തോഷിക്കും ഞങ്ങൾ. അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിന്റെ രക്ഷപ്പെടുവാൻ കൃപയണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നല്ലണമേ. ആമേൻ. മാതാവേ, സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകയുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ദുർഭാഗ്യങ്ങൾ അണിയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ അങ്ങനെ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശംശിയ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണ്. അങ്ങയുടെ രാജ്യം വരണേ. അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. അന്നു വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്ഥീ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. മൃദുവായി നീ തൊടുകേ മുഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നു ഞാൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ആത്മനാശഭീതിയ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശഭീതിയ നിരാശയിൽ ഞാൻ താഴുമ്പോൾ അഭയം നീ മുറിവിൽ തഴുകി എൻ മോക്ഷം നീയല്ലോ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും.
ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നു ഞാൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവുമായി ആയതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടുവാൻ അനുവദിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, മിസ്സിയോ കൂട്ടായ്മയെയും അതിലെ എല്ലാ അംഗങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. മിസ്സിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയായ അഭിവന്യ ജോയി ആലിപ്പാട്ട് പിതാവിനെയും അനിമേറ്റർ അഗസ്റ്റ്യൻ മുണ്ടിയത്ത് അച്ഛനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മിസ്സിയോ കുടുംബത്തിലെ എല്ലാമായ ആലീസ് കുട്ടി ചേച്ചിയെയും തോമസ് സാറിനെയും തോമസ് ക്ലീറ്റസ് ബ്രദേഴ്സിനെയും മറ്റെല്ലാ അംഗങ്ങളെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ തിരു രക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ. സ്നേഹനാഥ, കൂട്ടായ്മയിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ മീറ്റിംഗ് മനോഹരമാക്കുവാൻ അങ്ങ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സക്കേബൂസിനെ പോലെ പൂർണ്ണമാനസാന്തരം ഞങ്ങൾ എല്ലാവരും അനുഗ്രഹം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പൗലോസ് ശ്ലീഹ കൊറിന്ത്യോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. അത് പ്രിയവരെ, നാം ആ ഒരു തിരിച്ചറിവിലേക്ക് ബുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നാം ഇന്ന് പുതിയ സൃഷ്ടികളാണ്. നമ്മുടെ അറിവില്ലായ്മയും നമ്മുടെ തെറ്റുകളിൽ നിന്നെല്ലാം ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. മിസ്റ്റർ പൗലോസ് എഫെസോസിന്റെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇങ്ങനെയാ പറയുക: ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. അതെ, കർത്താവിന്റെ ഉള്ള അതിയായ ആഗ്രഹം കൊണ്ട് നാം എല്ലാവരും ആ ആഗ്രഹത്താലാണ് നാം എല്ലാം ഇന്നിവിടെ ആയിരിക്കുക. ആദ്യമേ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മ, അതായത് സമർപ്പണത്തിന്റെയും പ്രത്യുത്തരത്തിന്റെ ഉത്തമ മാതൃകയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇലാമ ചേച്ചിയെയും ബീന ചേച്ചിയെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതിമനോഹരമായ ഗാനം കൊണ്ട് ഇന്നത്തെ ദിവസം ഈ ഒരു കൂട്ടായ്മയെ ദൈവകൃപയാൽ നിറച്ച ബിൻസി ചേച്ചിയെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രാർത്ഥന കൊണ്ടും കർത്താവിന്റെ വചനം കൊണ്ടും ഇന്നത്തെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയ
നമ്മുടെ സ്വന്തം വിൻസെന്റ് ഏട്ടനെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു നിമിഷം ഓർക്കുകയാണ്. ഈ ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായ ലോക സുവിശേഷവൽക്കരണത്തിനായി സ്ഥാപിതമായിരിക്കുന്ന മിസിയോ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മിസിയോ പ്രിലിംസിന്റെ 16ാമത്തെ ബാച്ചിന്റെ 6ാമത്തെ സെഷൻ കൺവേർഷൻ അഥവാ മാനസാന്തര പ്രത്യുത്തരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ ഒരുപാട് തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇന്നേ ദിവസം നമ്മോട് കൂടെ ആയിരിക്കുന്ന നമ്മുടെ സ്വന്തം അഭിവന്ദ്യ പിതാവ് മാർ പ്രിൻസ് ആന്റണി പെലങ്ങാടൻ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയും നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഇടയ സന്ദേശം നൽകുന്നത് നമ്മുടെ പിതാവാണ്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ നമുക്ക് ഫൈനലായിട്ട് ബ്ലെസ്സിങ് നൽകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജോസഫ് കിഴക്കേക്കര അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ആ അച്ഛനെയും ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും ദൈവനാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിസിയോ കുടുംബത്തിന്റെ സ്ഥാപകയും ഒരു ചിരിയോടെ ഒരു പുഞ്ചിരിയോടെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഉത്തമ മാതൃകയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആലീസ് ആന്റിയെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആലീസ് ആന്റിയുടെ കൂടെ കൂട്ടായ്മയുടെ മുന്നേറ്റത്തിനായി അഹോരാത്രം വർക്ക് ചെയ്യുന്ന ടോമിച്ചൻ ചേട്ടനെയും മറ്റെല്ലാവരെയും മെന്റേഴ്സ്, ടീം ലീഡേഴ്സ്, അങ്ങനെ ഒരുപാട് മിസിയോടെ എല്ലാ ഉത്തരവാദിത്തം വഹിക്കുന്ന ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുവാണ്. കൂടാതെ ഇന്നത്തെ ദിവസം നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രൊക്ലമേഷനായിട്ട് മിനി ചേച്ചിയും ടെസ്റ്റ് മണിക്കായിട്ട് ബീന ചേച്ചിയും സ്ലൈഡ് പ്രസന്റ് ചെയ്യാനായിട്ട് ജോജു ചേട്ടനൊക്കെ നമ്മുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യ ദിവസത്തെ പ്രൊക്ലമേഷനായിട്ട് മിനി ജോഷി ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:17 ഇപ്രകാരം പറയുന്നു: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ നമുക്ക് നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ, നമ്മുടേതാക്കി തീർക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മാനസാന്തരവും. റോമ 10:9 പറയുന്നു: ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ്. സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപമോചനം നേടിയ മനുഷ്യൻ തന്റെ ബുദ്ധിയെയും മനസ്സിനെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റം. സമർപ്പണത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയെയാണ് ഓർമ്മ വരുന്നത്. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവേഷ്ടത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ അമ്മ. നമുക്കറിയാം, നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്താണ് അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതാണ് പൗലോസ് ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്: ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ നമ്മളിൽ നിന്നും ഇതുപോലുള്ള ഒരു മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെ സമർപ്പിച്ചതുപോലെ ഒരു സമർപ്പണമാണ് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതല്ല മാനസാന്തര ജീവിതം. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ അനുവദിക്കുന്നതാണ് മാനസാന്തര ജീവിതം. 2 കൊറിന്തോസ് 5:17 പറയുന്നു: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. നമുക്ക് മാനസാന്തരപ്പെട്ട വ്യക്തിത്വങ്ങളെ നാം ബൈബിളിൽ കാണുന്നുണ്ട്. സക്കേവൂസിന്റെ മാനസാന്തരം. സക്കേവൂസ് ധനികനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിരുന്നു. യേശുവിനെ കാണാൻ സക്കേവൂസ് ആഗ്രഹിച്ചു. യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ സക്കേവൂസ്
എഴുന്നേറ്റ് പറഞ്ഞു, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സക്കൈവൂസിന്റെ മാനസാന്തരം പ്രത്യുത്തരമായിരുന്നത്. അതുപോലെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിലായിരുന്നപ്പോഴാണ് കിടന്നപ്പോഴാണ് ധൂർത്തപുത്രന് മാനസാന്തരം ഉണ്ടായത്. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകും. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ അവന്റെ പഴയ പാപജീവിതം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പുതിയൊരു മനുഷ്യനായിട്ടാണ് പിതാവിന്റെ അടുക്കിലേക്ക് ധൂർത്തപുത്രൻ പോകുന്നത്. സമരിയക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തന്റെ രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ പാപജീവിതമാകുന്ന കുടം യേശുവിന്റെ കാൽക്കൽ സമർപ്പിച്ച് പട്ടണത്തിലേക്ക് പോകുന്നു. എന്റെ ജീവിതം മുഴുവൻ എന്നോട് പറഞ്ഞ് ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിനെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുപോലെ മാനസാന്തരപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് നാം ബൈബിളിൽ കാണുന്നത്. ഒരുവൻ മത്തായിയുടെ സുവിശേഷം 16:26 പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? സെന്റ് അഗസ്റ്റിന്റെ മാനസാന്തരം നമുക്കറിയാം. മോണിക്ക പുണ്യവതി വർഷങ്ങളോളം അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അഗസ്റ്റിന് അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം അഗസ്റ്റിനെ പഴയ പാപജീവിതത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അഗസ്റ്റിൻ പറയുന്ന ഒരു വാക്കുണ്ട്, പഴയ അഗസ്റ്റിന് മരിച്ചുപോയി, ഇത് പുതിയ അഗസ്റ്റിനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള മാറ്റം, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് മാനസാന്തരം. അതുപോലെ യേശുവിനെ അനുഗമിച്ച എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചാണ് അനുഗമിക്കുന്നത് നാം കാണുന്നത്. ലേവിയെ വിളിക്കുന്നു, ലേവി ഉടനെ യേശുവിനെ അനുഗമിക്കുന്നു, ചുങ്കക്കാരനായിരുന്ന ലേവി. അതുപോലെ പത്രോസിനെ വിളിക്കുന്നു, പത്രോസ് തന്റെ ഉപജീവന മാർഗമായ വള്ളവും വലയും ഒക്കെ ഉപേക്ഷിച്ച് ഉടനെ യേശുവിന്റെ പുറകെ പോകുന്നു. അതുപോലെ ബർത്തുമേയോസ് എന്ന് പറഞ്ഞ അന്ധയാചകൻ തന്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടിയെന്നാണ് വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലെ എല്ലാ അള്ളിപ്പിടുത്തങ്ങളും നമ്മൾ വിടണം. ഒരു വിട്ടുകൊടുക്കലിന്റെയും ഉപേക്ഷിക്കലിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ മൊത്തത്തിലുള്ള ആണ് മാനസാന്തരം. കാരണം ഈ അള്ളിപ്പിടുത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ സമ്പത്താകാം, സ്ഥാനമാനങ്ങളാകാം, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധനങ്ങളാകുന്ന ബന്ധങ്ങളാകാം. ചിലർക്ക് പ്രിയപ്പെട്ടവരോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം നമ്മൾ വിടണം. ഒന്നാം സ്ഥാനം ദൈവത്തിന്. രക്ഷിച്ച് നമ്മള് പാപികളായിരിക്കും, നമ്മളെ രക്ഷിച്ച് വീണ്ടെടുത്ത യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കണം. മാതാപിതാക്കന്മാര് മക്കളെ ആശ്രയിക്കുന്നത് പോലെ ഒരു കൊച്ചുകുട്ടിയോട് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞ് അവൻ എടുത്തു ചാടും. അവന്റെ അപ്പന്റെ കരങ്ങളിലേക്കാണ് ചാടുന്നത്. അവനെ അപ്പം പിടിക്കുമെന്ന് അവനറിയാം. ഇതുപോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവനും ജീവിതവും എല്ലാം വിട്ടുകൊടുക്കുന്നതാണ് മാനസാന്തര പ്രത്യുത്തരം. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ആമേൻ പറയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് പരിശുദ്ധ അമ്മ വിട്ടുകൊടുത്ത പോലെ നമ്മൾ വിട്ടുകൊടുക്കണം. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തില് വിശ്വാസികളുടെ കൂട്ടായ്മ തങ്ങളുടെ പറമ്പ് കിട്ടിയ തുകയെല്ലാം അപ്പസ്തോലന്മാരുടെ കാലത്തിൽ സമർപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. എന്നാൽ അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ പറയുന്നു, അനനിയാസിനെയും സഫീറയെയും കുറിച്ച്. അനനിയാസും സഫീറയും തങ്ങൾക്ക് കിട്ടിയ സ്വത്തിൽ പകുതി മാറ്റിവെച്ചു. എന്നിട്ട് കുറച്ചു ഭാഗം അപ്പസ്തോലന്മാരുടെ കാലത്തിൽ സമർപ്പിച്ചു. ദൈവത്തോട് അവർ കള്ളം പറഞ്ഞതുകൊണ്ട് അവര് അവിടെ മരിച്ചു വീഴുന്നതാണ് നാം വചനത്തിൽ കാണുന്നത്. അതുപോലെ നമ്മൾ ഒന്നും മാറ്റിവെക്കാനില്ല. എല്ലാത്തിന്റെയും ഉടയവൻ ദൈവമാണ്, നമ്മുടെ വെറും കാവൽക്കാരൻ മാത്രമാണ്. ഈ ഒരു അവബോധത്തിലേക്ക് നാം ഓരോരുത്തരും വരണം. നമ്മുടെ രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്ര. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ മിസ്സിയോ കോഴ്സ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ 3-ാമത്തെ ദിവസം ഒരു സമർപ്പണമുണ്ട്. നമുക്കൊരു ഉടുപ്പ് തരും. ആ ഉടുപ്പിൽ നമ്മൾ പുറമേയുള്ള ഭാഗത്ത് നമുക്ക് ജനനം മുതൽ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ എഴുതും. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നെ. ഈ ഭൂമിയിൽ
ജീവിക്കാൻ നമ്മളെ അനുവദിച്ചത് പോലും ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പം നമ്മൾ എല്ലാം എഴുതുക, നമ്മുടെ നേട്ടങ്ങള്, നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങള്, എല്ലാം അഭിവൃദ്ധി എല്ലാം എഴുതുക. ഉള്ളിൽ എഴുതേണ്ടത് നമ്മുടെ പാപങ്ങള്, രോഗങ്ങള്, തഴക്കദോഷങ്ങള്, അതുപോലെ നമ്മൾക്ക് വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന പാവങ്ങള് എല്ലാം കംപ്ലീറ്റ് സറണ്ടറിങ് അങ്ങനെ എഴുതി യേശുവിന്റെ കുരിശിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പൊട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് ആ സമർപ്പണം നടത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ശരിക്കും നമ്മൾക്ക് യേശുവിനെല്ലാം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആകുന്ന ഒരു അവസ്ഥ, ഒരു ബട്ടർഫ്ലൈ ആകുന്ന അവസ്ഥ. നമ്മള് തമ്പുരാന്റെ കൂടെ കൈപിടിച്ച് നടക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ട് നമ്മള് പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും ഈ മാനസാന്തര അനുഭവത്തിലേക്ക് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എഫേസ്യസ് 2:10 പറയുന്നു, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തെയും ജീവനും നമുക്കുള്ളതെല്ലാം സകലവും ദൈവത്തിന്റെ കാൽക്കല് സമർപ്പിക്കുക, അവനെ ജീവിതം വിട്ടുകൊടുക്കുക. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നമ്മോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. എല്ലാവർക്കും മാനസാന്തരത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിനി ചേച്ചി. ചേച്ചിയുടെ പ്രഘോഷണത്തിലൂടെ നമ്മൾ കേൾക്കുമായിരുന്നു. സെന്റ് അഗസ്റ്റിനൊക്കെ പറയുന്ന പോലെ, ഇനി ഞാനല്ല, എന്നിലൂടെ ക്രിസ്തുവാണ് ജീവിക്കേണ്ടതെന്ന് ഗലാത്യൻസിന് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പസ്തോലൻ അതാ പറയാ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കേണ്ടത്. ചേച്ചിയിലൂടെ നമുക്കിന്ന് കർത്താവ് തരുന്ന ഒരു കോൾ അതായിരിക്കാം. അടുത്തതായിട്ട് പ്രഘോഷണത്തിനായി, ജീവിതാനുഭവത്തിനായിട്ട് ബീന ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. ബീന ചേച്ചി ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പ്രണമിക്കും എന്ന് നാം അറിയുന്നില്ലേ. എൻ്റെ പേര് ബീന സ്റ്റാൻലി, എൻ്റെ ഹസ്ബൻഡ് സ്റ്റാൻലി ഫെർണാണ്ടസ്. ഞങ്ങൾക്ക് 2 കുട്ടികൾ, ട്വിൻ ബോയ്സ് ആണ്. അതിലൊരാൾ കല്യാണം കഴിച്ചു, ആൽവിൻ ആൻഡ് ജെനി. പിന്നെ ഒരാൾ സ്റ്റിൽ ബാച്ചിലർ, ആൽഫ്രി ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ അബുദാബിയിലായിരുന്നു ഫോർ ദ പാസ്റ്റ് 38 years. അങ്ങനെ ഞാനും ഹസ്ബൻഡും 4 years ബാക്ക് നാട്ടിലോട്ട് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്യാൻ വന്നായിരുന്നു. ഞാൻ ബൈ പ്രൊഫഷൻ ഇസ് എ ടീച്ചർ. മൈ സബ്ജക്റ്റ് വാസ് ഫ്രഞ്ച്. അബുദാബിയിൽ ചേർച്ച് ആക്ടിവിറ്റീസിലൊക്കെ നല്ല സർവീസ് ആയിരുന്നു. ലൈക്ക് ഐ വാസ് എ കാറ്റഗിസ്റ്റ്, പിന്നെ യൂക്രിസ് മിനിസ്റ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതർ ആക്ടിവിറ്റീസ് ഓൾസോ. ബട്ട് നാട്ടിൽ വന്നപ്പോഴേ എനിക്കിതുപോലെ സർവീസ് ഒന്നും ചെയ്യാനായിട്ട് അധികം സമയം കിട്ടിയതുമില്ല, അങ്ങനെ ഓപ്പർച്യൂണിറ്റീസും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. വി വർ ഹാവിങ് റിട്ടയർഡ് ലൈഫ്. അപ്പം 4 വർഷം കഴിഞ്ഞപ്പോൾ, ദാറ്റ് ഈസ് 2024 ഞങ്ങൾ പ്ലാൻ ചെയ്തു റീവിസിറ്റ് ടു UAE. അങ്ങനെ എല്ലാ പ്രിപ്പറേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു വയറ്റിന് വേദന വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. പിന്നെ ഉള്ളതെല്ലാം ഒരു ടെസ്റ്റും ഒരു ജേർണി ആയിരുന്നു. അന്ന് മുതൽ ലാസ്റ്റ് മാർച്ച് ആയിരുന്നു എൻ്റെ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റലിൽ. അങ്ങനെ എല്ലാ ടെസ്റ്റും പെറ്റ് സ്കാനിൽ ഫൈനലി കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് ക്യാൻസർ ഇൻ ദ സ്റ്റമക്ക് ആയിരുന്നു എനിക്ക്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു 3 chemos ബിഫോർ സർജറി ആൻഡ് 3 chemos ആഫ്റ്റർ സർജറി. സർജറി വാസ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ കീമോസ് ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് കീമോ തന്നെ എനിക്ക് വലിയ പിടിയിലായിരുന്നു, ഈ കീമോ എന്ന് പറയുന്നത് എന്താണെന്ന്. കീമോയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ കീമോ എടുക്കുന്ന ദിവസം വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ ദ വെയിൻ,
ലൈക്ക് ഡ്രിപ്പ്. പക്ഷേ അതിൻ്റെ രൂക്ഷമായ എഫക്റ്റ് വരുന്നത് 2 days കഴിഞ്ഞിട്ടാണ്. സോ ഫസ്റ്റ് കീമോയിൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് ഡേ ആക്ച്വലി ഇറ്റ് വാസ് എൻ ഹൊറബിൾ ഡേ. ദ നൈറ്റ് വാസ് എൻ ഹൊറബിൾ നൈറ്റ് ബിക്കോസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ കീമോയുടെ എഫക്റ്റ്, മെഡിസിൻ എഫക്റ്റ് നടക്കുന്ന സമയം. അത് കണ്ടു തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പ്രയാസപ്പെട്ടങ്ങ്. പിന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ടൈമിലൊന്നും പുള്ളിക്ക് അതിനെ ബെയർ ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പം ആക്ച്വലി ഞാൻ എൻ്റെ ജീവിതത്തിൽ പുള്ളിയെയും ഫാമിലിയെയൊക്കെ ഞാൻ ഒരു ലൈക്ക് ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒക്കെ വിചാരിക്കും സ്റ്റാൻലിയാണ് എൻ്റെ ഷെപ്പേർഡ് എന്ന്. എപ്പോഴും ഐ ഓൾവേസ് ഡിപ്പെൻഡഡ്, പുള്ളിയാണ് എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത എപ്പോഴും എനിക്ക് അഹങ്കാരമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കീമോസൊക്കെ വളരെ ഭംഗിയായിട്ട് വലിയ പ്രയാസം ഇല്ലാതെയൊക്കെ പോകുമായിരുന്നു. ബിക്കോസ് എനിക്കൊരു ബൈബിൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് SOS പോലെ ഒരു ഹെൽപ്പ് എന്നും ഉണ്ടായിരുന്നു. കീമോ ഡേയിൽ രാവിലെ തൊട്ട് ഒരു ഡിവൈൻ മേഴ്സിയും ചാപ്ലറ്റ് തുടങ്ങും, പിന്നെ ഗോസ്പൽ റീഡിങ്, എല്ലാം ഹീലിംഗ് മിറാക്കിൾസ് വെച്ചുള്ള ഒരു പ്രെയർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ ജോയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഐ ഓൾവേസ് ബിലീവ്ഡ് ദാറ്റ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് കീമോ ലിക്വിഡ് അല്ല, ഇറ്റ് ഈസ് ജീസസിൻ്റെ ബ്ലഡും വാട്ടറുമാണ്. ആൻഡ് ഇറ്റ് വാസ് സാങ്ക്ടിഫൈയിങ് മീ ആൻഡ് പ്യൂരിഫൈയിങ് മീ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഞാൻ എല്ലാ കീമോ അവസരത്തിലും എടുക്കുമായിരുന്നു. അങ്ങനെ കീമോ എല്ലാം തീർന്നു. എൻ്റെ ഡേ ഫോർ ദ സർജറി അപ്പിയർ ചെയ്യായിരുന്നു. സർജറി വാസ് ഓൺ August 5th ഫിക്സ് ചെയ്തു. ആക്ച്വലി സർജറിക്ക് മുമ്പ് എനിക്ക് ഒരു ഓറിയൻറ്റേഷൻ തന്നു. ഡോക്ടേഴ്സ് പറയുമായിരുന്നു ഇറ്റ് ഈസ് എ വെരി റിസ്കി ആൻഡ് കോംപ്ലിക്കേറ്റഡ് വൺ, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഹോപ്പ് ഇൻ യു. ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും അത് വളരെ ഇതായിട്ട് നടക്കും എന്നുള്ളത് അവരും എനിക്ക് സപ്പോർട്ട് തന്നായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ 14 hours സർജറി പറഞ്ഞിരുന്നു. അപ്പം ഐ വാസ് ഹാവിങ് ദറ്റ് കോൺഫിഡൻസ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ അങ്ങ് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലും ഐ വാസ് ഗോയിങ് ഓൺ. സോ ഈ സർജറിക്ക് മുമ്പേ എനിക്ക് സ്പിരിച്വലി നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചായിരുന്നു. ലൈക്ക് ഐ വാസ് റിഫ്ലക്റ്റിംഗ് ഓൺ മൈസെൽഫ്. എൻ്റെ ജീവിതത്തെ തന്നെ ഞാനൊന്ന് നികത്തുകയായിരുന്നു. പല മേഖലകളും പലപ്പോഴുമായി കുമ്പസാരിക്കുകയും ദൈവത്തെ കൂടുതൽ അറിയുവാനും എൻ്റെ ബലഹീനതകളെയൊക്കെ ദൈവത്തിന് സമർപ്പിക്കുവാനും ഞാൻ എന്തിനെയാണ് കൂടുതൽ അള്ളിപ്പിടിക്കുന്ന കണക്ക് എന്തൊക്കെയോ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വച്ചിരിക്കുന്നതായിട്ട് എനിക്ക് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി, അവരെ ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്ത് ഇറ്റ് ഈസ് മൈ ഫാമിലി, ഐ ക്യാൻ സർവൈവ് എനി ഡിഫിക്കൽട്ടീസ് എന്നൊക്കെ പറഞ്ഞൊരു കൈൻഡ് ഓഫ് പ്രൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. ഐ ആം നോട്ട് ഗോയിങ് ടു ബി able to do things depending on them, but I have to പൂർണ്ണ സമർപ്പണം ദൈവത്തിൽ കൊടുക്കണം എന്ന് എനിക്കൊരു വലിയ റിമൈൻഡർ പോലെ ദൈവം തരുമായിരുന്നു. ബിക്കോസ് എല്ലാ ഒക്കേഷനിലും ദൈവത്തിൻ്റെ ഒരു കരുണയും ദൈവത്തിൻ്റെ സംരക്ഷണവും എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ഞാനിത് തുടങ്ങിയ സമയം തന്നെ ഐ വാസ് നോട്ട് ഡിസ്കറേജ്ഡ്. എനിക്ക് പ്രത്യാശയുണ്ടായിരുന്നു. എപ്പോഴും ഒരു കോൺഫിഡൻസും കറേജും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയോ ഭയമോ ഇല്ലായിരുന്നു. ഈവൻ ദോ അവർ കോംപ്ലിക്കേഷൻസും പല രീതിയിലുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതൊക്കെ പറഞ്ഞെങ്കിലും, ബട്ട് ഐ വാസ് ഗെറ്റിംഗ് റെഡി സ്പിരിച്വലി. ആക്ച്വലി സ്പിരിച്വലി ആണ് ഞാൻ റെഡി ആയത്. അതുപോലെ ഞാൻ കീമോ തുടങ്ങി, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക് എടുത്ത് സാക്രമെന്റ് സ്വീകരിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ, കാരണം എനിക്ക് ആ സാക്രമെന്റിൽ ഒരു ഹീലിംഗ് പവർ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാക്രമെന്റ് ഒക്കെ എടുത്തു. കൺഫെഷൻ, ഓരോ സാക്രമെന്റ്സിലും എനിക്ക് അനോയിൻറ്റിങ് കിട്ടുമായിരുന്നു എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു.
കിട്ടുമ്പോഴൊക്കെ ഞാൻ കീമോ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഹോളി മാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ജീസസിനെ സ്വീകരിക്കും. ആൻഡ് ഐ വാസ് ബീങ് ഓൾവേസ് അണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഈശോയുടെ ദൈവവചനത്തിൽ ഞാൻ ദൈവവചനം ഭക്ഷിക്കുന്നത് പോലെ വചനങ്ങളെ മുറുകെ പിടിക്കുമായിരുന്നു. കാരണം നമ്മൾ ഒരു ഹോസ്പിറ്റൽ ടെസ്റ്റിനോ ഏതിനെങ്കിലും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കൊന്തയോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഒന്നും കാണത്തില്ല. നമ്മൾ വെറും ഏകാന്തതയിൽ ഇരിക്കുന്ന സമയമാണ്. അപ്പം ഭയമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പോഴൊക്കെ ചില വചനങ്ങൾ എന്നെ ശക്തിപ്പെടുത്തിയിരുന്നു. വചനം ലൈക്ക് 41 ഐസായ 41, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. ആ വചനങ്ങളൊക്കെ എനിക്ക് ഏറെ ശക്തമായിട്ട് ഈ സന്ദർഭങ്ങളിൽ എൻ്റെ ഭയത്തെ അകറ്റാനായിട്ട് അതൊക്കെ സഹായിച്ചായിരുന്നു. അപ്പം വചനങ്ങളായിരുന്നു എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നത്. വചനങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഞാൻ എപ്പോഴും അത് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ദ ഡേ ഫോർ ദ സർജറി ഹസ് കം. അപ്പോൾ ഈശോ തന്നെയാണ് എന്നെ പിടിച്ച് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. അങ്ങനെ സർജറി അവർ 14 hours പറഞ്ഞിരുന്നെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് എ മെറാക്കുലസ് സർജറി. ഇറ്റ് വാസ് കംപ്ലീറ്റഡ് വിത്തിൻ 9 hours ആൻഡ് വെരി സക്സസ്ഫുള്ളി വിത്തൗട്ട് ടച്ചിങ്. ഒരു ഓർഗൻ വേറെ ഒരു ഓർഗനും ടച്ച് ചെയ്യാതെ ആ ലംപ് മാത്രം എടുത്തു മാറ്റി ആ ഒരു സക്സസ്ഫുൾ സർജറി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ആഫ്റ്റർ 20 days ഓഫ് ഹോസ്പിറ്റലൈസേഷൻ, ബട്ട് ഹോസ്പിറ്റലൈസേഷൻ കുറച്ച് ടഫായിരുന്നു. ഇതൊക്കെ ഈ ജീവിത സമയമൊക്കെ ഭയങ്കര ടഫ് ആൻഡ് പെയിൻഫുൾ ഡേയ്സ് ഒക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ യേശു എന്നോട് പറയും, നീ ഒറ്റയ്ക്ക് ഒന്നും സഹിക്കണ്ട, എൻ്റെ കുരിശോട് നീ ചേർന്ന് നിന്ന് നിന്റെ എല്ലാ വേദനകളും എനിക്ക് സമർപ്പിക്ക്. അത് നമുക്ക് ഒരുമിച്ച് പാപികളെയും രോഗികളെയും ശുദ്ധിര സ്ഥലത്തിലെ ആത്മാക്കളെയും രക്ഷിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയും. അങ്ങനെ ഞാൻ അതിനെ ഏറ്റെടുത്ത് ഞാൻ എൻ്റെ എല്ലാ വേദനകളെയും ഈശോയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ഹീലിംഗും കിട്ടാൻ തുടങ്ങി. എനിക്ക് ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്ന ദിവസങ്ങളായിട്ട് ഞാൻ കണക്കാക്കുമായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞു, അതിനുള്ള ആഫ്റ്റർ കീമോയും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ വാട്ട് ടു ഡു നെക്സ്റ്റ് എന്നും പറഞ്ഞ് വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മിസിയോ 15th ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വാസ് റിയലി അത് എനിക്കൊരു വേറൊരു വലിയൊരു ഓഷ്യൻ ഓഫ് വേർഡ് ഓഫ് ഗോഡ് കണക്കായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ വചനം വിചിന്തനം ചെയ്യുമ്പോഴും അതെൻ്റെ ശരീരത്തിലെ മാംസമാകുമായിരുന്നു. ഇറ്റ് ബിക്കെയിം ഫ്ലഷ് ഇൻ ടു മൈ ലൈഫ്. അത് എന്നെ ഹീലിങ്ങിന് ഒത്തിരിയും സഹായിക്കുകയും ഹീലിംഗ് പ്രോസസ്സ് വളരെ എളുപ്പമായിട്ട് പോകുന്നത് പോലെ ആ 10 ആഴ്ചയും വളരെ നന്നായിട്ട് എനിക്ക് കടത്തിവിടാനായിട്ട് കഴിഞ്ഞായിരുന്നു. സങ്കീർത്തനം 118 പറയുന്നത് പോലെ 17-18, ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കും. എന്നെ കഠിനമായിട്ട് കർത്താവ് ശിക്ഷിച്ചു, പക്ഷേ മരണത്തിന് വിട്ടുകൊടുത്തില്ല. ഈ വചനം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ എഴുതി വെച്ചുകൊണ്ട് ദിവസവും ഞാൻ അതിനെ മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ്, ഇനി അടുത്തത് ദൈവത്തെക്കുറിച്ചുള്ളത്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രഘോഷിക്കാൻ എന്നെ അനുവദിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സും കഴിഞ്ഞു, ഹീലിംഗ് കഴിഞ്ഞു. അങ്ങനെ മിസിയോയിൽ കയറി പല വിധത്തിലും എനിക്കത് സഹായമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് ഒത്തിരിയും സഹായിച്ചു. ദൈവസ്നേഹവും പാപ അവസ്ഥകളെ കുറിച്ച് പഠിക്കാനായിട്ട് പറ്റി. അങ്ങനെ എല്ലാം കൊണ്ട് ഞാനിപ്പം ഈ രോഗം ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. കാരണം ദൈവം എനിക്ക് ഇതിലൂടെ എനിക്ക് കുറേ നേട്ടങ്ങളാണ് എനിക്ക് കിട്ടിയത്. കാരണം ദൈവം എന്നെ വീണ്ടും എൻ്റെ സ്പിരിച്വൽ ലൈഫിന് ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയും ദൈവത്തെക്കുറിച്ച് അറിയുവാനും എൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കാനും പാപമേഖലകളെ തിരുത്താനും ഒരു പുതു സൃഷ്ടിയായിട്ട് മാറാനും എന്നെ സഹായിച്ചു ഇത്. സോ ഇറ്റ് വാസ് എല്ലാം കൊണ്ടൊരു പാക്കേജ് പോലെ ദൈവം എന്നെ ശുദ്ധീകരിച്ച്
അഗ്നിയിലിട്ട് ശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റിയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. ആ ഒരു ആനന്ദം എനിക്ക് എപ്പോഴും കിട്ടുമായിരുന്നു. വചനങ്ങൾ ഭക്ഷിക്കുകയും അത് മാംസമാകുകയും എൻ്റെ ജീവിതത്തിൽ അത് വളരെ സന്തോഷകരവും സമാധാനവുമായിരുന്നു കൂടുതൽ തന്നുകൊണ്ടിരുന്നത്. ഞാൻ രോഗത്തെ മറന്ന് ഇരിക്കുന്ന സമയമായിരുന്നു. അതുപോലെ അങ്ങനെ എൻ്റെ ജീവിതം ഇപ്പോഴും സ്ട്രെങ്തൻഡ് ആയിരുന്നു. അത് ഒരു വചനം ഐസായ 40 പറയുന്ന 31 പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരുമെന്ന് പറഞ്ഞ പോലെ വീണ്ടും ശക്തി പ്രാപിച്ച് ഇനിയും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഗാനത്തിന്റെ 2 വരി പാടാൻ വലിയ വഴി ഇല്ല, പക്ഷേ എനിക്ക് തന്ന എല്ലാ കണ്ണുനീരിനും നാഥ ഞാൻ നന്ദി പറയുന്നു. കാരണം അപ്പോഴൊക്കെ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി. ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ കരയാതെ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ കരയുമായിരുന്നു. സോറി. അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ ഞാൻ ഈ ഗാനം ഒരിക്കൽ പള്ളിയിൽ കേട്ടപ്പോൾ ആ ഗാനത്തിന് ഇത്രയധികം അർത്ഥമുണ്ടോയെന്ന് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായി. അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ശക്തി പ്രാപിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി തന്നെയായിരിക്കും നടക്കുന്നു എന്നുള്ളത് ഒരു ബോധ്യം എൻ്റെ ഈ ടെസ്റ്റിമണിയിലൂടെ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ ഗ്ലോറിയും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. എനിക്ക് ഈ ഒരു അവസരം എൻ്റെ ഈ സൗഖ്യത്തിൻ്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായിട്ട് തമ്പുരാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയും. ഈ മിസിയോ ടീം എന്നെ ഈ വേദിയിൽ ഈ ടെസ്റ്റിമണി പറയാനായിട്ട് അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബീന ചേച്ചി. വളരെ മനോഹരമായിട്ട് കർത്താവ് നടത്തിയ വഴികളെ പറ്റി ചേച്ചി പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തില് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ നാമപ്രതി ഭവനത്തെയോ മാതാവിനെയോ പിതാവിനെയോ വയലിനെയോ മക്കളെയോ എല്ലാം ഉപേക്ഷിക്കുന്നവന് 100 ഇരട്ടി ലഭിക്കും, അവന് നിത്യജീവൻ ലഭിക്കും എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ കാണുമായിരുന്നു എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ചേച്ചിയെ വഴി നടത്തിയതെന്ന്. കർത്താവ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാഗത്തുനിന്നുള്ള കുടുംബം പോലും കർത്താവിനെ പ്രതി സമർപ്പിക്കണം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ ഇത് ദൈവം ഒരു സഹനം തരുമ്പോൾ അത് തിരിച്ചറിയാൻ ദൈവം നൽകിയ കൃപ തന്നെ ഏറ്റവും വലുതാണ് ഇത്. താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ കൃപയിലൂടെ ആ കൃപയുടെ ഒരു അംശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയായതിന്. അടുത്തതായിട്ട് സ്ലൈഡ് പ്രസന്റേഷൻ ആയിട്ട് ജോജോ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കും ആ ചേച്ചിയുടെ ടെസ്റ്റ് മണി കേട്ടുകഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അത് ഹൃദയത്തിൽ നമ്മുടെ ആ ദൈവാത്മാവിൻ്റെ ആ ചലനം അറിയാൻ വേണ്ടി അല്ലേ. ഞാൻ ഈ പടത്തിലേക്ക് നോക്കുമ്പോൾ ആ ഈശോയുടെ സ്നേഹം അതുപോലെ കണ്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ കാര്യം. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു, ഈശോ ഇതുപോലെ നമ്മളെ നോക്കി, ദൈവം നമ്മളെ നോക്കി പറയാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. എന്നാൽ നമ്മൾ കണ്ടു, നമുക്ക് നമ്മുടെ പാപാവസ്ഥ കൊണ്ടാണ് ഇതുപോലൊരു പ്രത്യുത്തരം കൊടുക്കാൻ പറ്റാതിരിക്കുന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സോടെ നമുക്ക് മനസ്സിലായി, ഈശോ മിശിഹായ നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയുന്നു. എൻ്റെ പാപങ്ങൾ എന്തുവാട്ടെ ഞാൻ തൂത്തെറിയുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ നമ്മളെ ഇപ്പോൾ യേശുക്രിസ്തു അവൻ്റെ രക്തം വഴി സമീപസ്ഥരാക്കിയിരിക്കുന്നു. എഫേസോസ് 2:13 ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കും അല്ലേ. അപ്പം ദൈവം നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ രക്ഷിച്ച് കഴിഞ്ഞ് നിർത്തിയിട്ട് ആ ദൈവത്തിനെ നോക്കി ബിൻസി ചേച്ചി പാടിയ പോലെ നമ്മൾ പറയുമ്പോൾ ഒന്ന് തൊടുക, അതായത് മൃദുവായി ഒന്ന് തൊടുകിൽ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ ഞാൻ നിന്നെ തൊടാൻ വേണ്ടി റെഡിയാണ്,
നീ എന്നെ ഒന്ന് അനുവദിക്കണം. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഇവിടെ തുടങ്ങിയത് നമുക്കറിയാം, ആലങ്കാരിക ഭാഷയിൽ നമുക്കറിയാം. ഇത് തുടങ്ങിയത് പറുദീസായിൽ ദൈവം നമ്മളെ ഒരു സൃഷ്ടി, ഒരു ബ്യൂട്ടിഫുൾ സൃഷ്ടിയായിട്ട് നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദൈവവിശ്വാസക്കുറവുണ്ട്, അനുസരണക്കേട് കുറവുണ്ട്, നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിൽ ആപ്പിൾ കഴിച്ച് നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. എന്താണ്? പാപം നിറഞ്ഞ ഒരു സൃഷ്ടിയായിട്ട് മാറി, അല്ലേ? അപ്പോൾ ആ സൃഷ്ടി നമ്മൾ എങ്ങനെയാണ്, നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിലാണ് തിരഞ്ഞെടുത്തത്. ആ സ്വാതന്ത്ര്യത്തിൽ തിരഞ്ഞെടുത്ത നമ്മളുടെ പുറകെ യേശു വന്ന് നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് നമ്മളോട് ചേർന്ന് നിന്നിട്ട് പറയുകയാണ്, നീ ഇനി നിന്റെ സ്വാതന്ത്ര്യത്തിൽ എന്നെ വിശ്വസിച്ച് ആ പ്രത്യുത്തരം നൽകി. ഇനി നീ അന്ന് എന്നിൽ നിന്ന് അകന്ന് തിരഞ്ഞെടുത്ത് പോയോലെ ഇനി നീ എന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ പൂർണ്ണമായിട്ട് എൻ്റെ ഉള്ളതിലെ എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായി ഞാൻ യേശുവിനെ തിരഞ്ഞെടുക്കുന്നതാണ് എൻ്റെ മാനസാന്തര പ്രത്യുത്തരം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളോസോസ് 1:22 വചനം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെപ്പോഴും യേശു ക്രിസ്തുവിലേക്കാണ് നോക്കുന്നത്. യേശു എന്താ ചെയ്തു എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പിതാവിൻ്റെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അതായത് ആദ്യം ഈശോ കുരിശിൽ മരിച്ച, അല്ലെങ്കിൽ ഈശോ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് പൂർണ്ണ സമർപ്പണം നടത്തി നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് ഞാൻ നൽകിയ രക്ഷ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കൂ. അപ്പോൾ എനിക്ക് നിങ്ങളെ പൂർണ്ണമായി പിതാവിന് സമർപ്പിക്കാം. അതായത് CCC 1 പറയുന്ന പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന കൂട്ടായ്മയുടെ ആ സൗഭാഗ്യ അവസ്ഥയിലേക്ക്, ആ ദൈവിക ജീവനിൽ പങ്കുചേരാനാണല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവിക ജീവനിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പൂർണ്ണ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നു. അതായത് യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചു. ആ രക്ഷിച്ചവനുള്ള ആഴമായ വിശ്വാസത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും ഉപേക്ഷിക്കലിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും വിശിഷ്യ ആശ്രയബോധത്തിൻ്റെയും പരിണത ഫലമാണ് മാനസാന്തരം. യേശു ക്രിസ്തു വിശ്വാസം ഏറ്റുപറയുന്നു. നീ എൻ്റെ കർത്താവും രക്ഷകനും രാജാവുമായി ദൈവമായിട്ട് ഏറ്റുപറയുന്നു. ഇനി എന്നിൽ നിന്ന് എന്തൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അതെല്ലാം ഉപേക്ഷിക്കുന്നു. ഇനി ഞാൻ പിടിച്ചു വെച്ച കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്തിട്ട് ഞാൻ ദൈവമേ നീയാണ് കർത്താവേ, നീയാണ് എല്ലാം എന്ന് പറയുന്നു. ഞാൻ കഴിഞ്ഞ ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ഇമേജ് ഇതായിരുന്നു. നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. വളരെ മോശകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുന്ന് നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞ് ഈ ബസ്സിൽ കയറി പോകണം. ആകെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ബസ് ഒന്ന് കൈ നീട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, ബസ് ഫ്രീയാണ്, നമ്മളെ കൊണ്ടുപോകും. പക്ഷെ ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ മോശ സാധനങ്ങൾ ഞാൻ നല്ലതെന്ന് വിശ്വസിക്കുന്ന കുറച്ച് തേങ്ങയും മാങ്ങയും എല്ലാം ആയിട്ട് എൻ്റെ കൈ നിറച്ച സാധനങ്ങളാണ്. ഇതൊന്ന് താഴെ ഇട്ടാൽ മാത്രമേ എനിക്ക് കൈ നീട്ടാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഈ താഴെ ഇടുന്ന പരിപാടിയാണ് നമ്മുടെ ഈ ഉപേക്ഷിക്കൽ മാനസാന്തരം. അതിന് ഒരു ബൈബിളിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ധൂർത്തപുത്രൻ ഇങ്ങനെ ഒരു ബസ്സിൽ കയറി വരികയായിരുന്നു. അവൻ ആ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അവനെ കുറച്ച് സമ്പാദ്യമൊക്കെ 2 തേങ്ങയൊക്കെ അവനെടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വല്ലതും ആവശ്യമുണ്ടോ? പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടം വരെ ഒന്ന് പോകാനുള്ള ഈ ബസ്സിലൊന്ന് കയറിയാൽ മതി. വഴിയും സത്യവുമായി ഈശോയെ ഒന്ന് ധരിച്ചാൽ മതി. ഈശോ എന്ന ബസ്സിലേക്ക് ഒന്ന് എത്തിയാൽ മതി, അല്ലേ? അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊരിന്തോസ് 5:17 പറയുന്നു. വിന ചേച്ചിയൊക്കെ പറഞ്ഞിരുന്നല്ലോ, ആ പുതിയ സൃഷ്ടിയായി. ചേച്ചിയൊക്കെ അല്ലേ? നമുക്ക് തന്നെ അറിയാം. പഴയ ജീവിതം എന്താണെന്നു നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, വളരെ ബ്യൂട്ടിഫുൾ ജീവിതമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ, ആ ചേച്ചിയുടെ പഴയ ജീവിതമൊന്നുമല്ല. ചേച്ചി അത്രയും സാക്രിഫൈസ് എടുത്താൽ പോലും ചേച്ചിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയ ജീവിതം വന്നിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ആ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ മാനസാന്തരം വഴിയാണ്. അപ്പോൾ എന്താണ് മാനസാന്തരം? അനുതപിച്ച് പാപമോചനം നേടി. ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ദൈവത്തെ സമർപ്പിക്കുന്നു, എൻ്റെ പിള്ളേരെ സമർപ്പിക്കുന്നു, ഇങ്ങനെ സമർപ്പിക്കുന്നു, ഭയങ്കര സമർപ്പണമാണ്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ഹൃദയത്തിൽ കയറിയിട്ടില്ല. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമോ എൻ്റെ പാപാവസ്ഥയോ ഈശോ എന്നെ രക്ഷിച്ചു കഴിഞ്ഞെന്നുള്ളതും ആ അനുതാപവും പാപമോചനവും നേടിയില്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്ന വെറും ഒരു വാക്കിലുള്ളൊരു അഭ്യാസം മാത്രമാണ്. അതുകൊണ്ടാണ് അനുതപിച്ച് പാപമോചനം നേടിയ മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും
മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയും മനസ്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ആപ്പിൾ നല്ല എന്ന് പറഞ്ഞു പോയത്. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ ബുദ്ധി കൊണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ പല പല ആപ്പിൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പല പല ആപ്പുകൾ. ഇപ്പം ഞാൻ നേരത്തെ കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൾച്ചർ കള്ളൊക്കെ കുടിച്ചില്ല, എങ്ങനെ ഒരു സോഷ്യൽ പരിപാടി, അങ്ങനെ ആൾക്കാരുമായിട്ട് റിലേഷനൊക്കെ വേണ്ടേ, ഇൻട്രാക്ഷനൊക്കെ വേണ്ടേ, എൻ്റെ ബുദ്ധി മനസ്സുകൊണ്ടൊക്കെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ദൈവത്തിന് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്. എനിക്ക് ഏറ്റവും നല്ലത് അത് ഉപേക്ഷിക്കലാണ്. ഇതിനു വേണ്ടി അപ്പോൾ ഉള്ള ഒരു കുറ്റബോധം വരികയാണ്, അയ്യോ ഇത് ചെയ്തു പോയല്ലോ. അന്നേരം എന്താണ് ഗുഡ് ന്യൂസ് വരികയാണ്. ഈശോ പറയുന്നത്, എടാ ഞാൻ ഇതിനെല്ലാം കുരിശ് മരിച്ചു കഴിഞ്ഞാണടാ, പക്ഷേ ഈശോയെ എനിക്ക് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, നിന്റെ ബലഹീനതയിൽ അന്നൻ എൻ്റെ കൃപ. എടാ നീ ആ ബലഹീനത ഒന്ന് സറണ്ടർ ചെയ്യുക, എന്നിട്ട് ഈ കൃപ മേടിക്കുക. അപ്പം ഞാനങ്ങ് സറണ്ടർ ചെയ്തപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത്, എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഈ അടുത്ത കാലത്തൊക്കെ ചില പാർട്ടികളിലൊക്കെ പോകുമ്പോൾ എനിക്കിത് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ട് എനിക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്ന സാധനം എനിക്ക് മദ്യം എടുത്ത് മണക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് മണം കാരണം, ആ മണം വന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. ദൈവം അതുപോലെ എന്നെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്, ദൈവമാണ് നമ്മുടെ പുറകെ വന്ന് ഞാൻ ആരാണ്, എന്തേരം സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ ആ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നമ്മുടെ അസ്തിത്വം മുഴുവനാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്, ഒന്നും പിടിച്ചു വെക്കുന്നില്ല, പൂർണ്ണമായ സമർപ്പണം. അതായത് നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ ചീത്ത കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ദൂഷ്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇനി നമുക്ക് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ കുറച്ച് ആൾക്കാരുടെ ഒരു സമർപ്പണം പെട്ടെന്നൊന്ന് കണ്ടുപോകാം. അപ്പം ആദ്യം നമുക്ക് എന്താണ് ചിന്തിക്കുക, ഞാൻ നിന്നെ പാപങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഈ പാപിനിയായ സ്ത്രീയിൽ നോക്കിയേ, പൂർണ്ണമായിട്ട് വന്ന് കാലിലങ്ങ് കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കുകയല്ലേ ചെയ്തേ, പൂർണ്ണ സമർപ്പണം. അന്നേരം ഈശോ എന്താ പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ലൂക്ക 7:50. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ആ വിശ്വാസ പ്രത്യുത്തരം ഇതിനകത്ത് ബേസിക് കാര്യമാണ്. ആ വിശ്വാസത്തിൽ നിന്നുള്ള സമർപ്പണം നൽകുമ്പോൾ നമുക്ക് ഹൃദയ സമാധാനം, സ്വാതന്ത്ര്യം, അങ്ങനെ അടിച്ചു പൊളിച്ചുള്ള ജീവിതം മുന്നോട്ട്. ഇനി നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം ഞാൻ ഡീസൻ്റ്, ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുമ്പോൾ സിമയോന്റെ അന്ത്രയോസിനെ സമർപ്പണം നോക്കിയേ. മർക്കോസ് 1:17-18 പറയുന്നത്, യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വലയും ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. അവർക്കുണ്ടായിരുന്ന എല്ലാം, അല്ലെ, ആ വലയൊക്കെ ഉള്ളൂ, മുക്കന്മാരാ, ആ തൊഴിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. ഇത് മൊത്തം ഉപേക്ഷിച്ച അന്ത്രയോസിനെയും പത്രോസിനെയും ഒക്കെ ആരാക്കിയെന്നുള്ളത് നമുക്കറിയാലോ, അല്ലേ. അപ്പോൾ ആ പൂർണ്ണ സമർപ്പണം. ഇനി നമ്മൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും, അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇപ്പം എന്നെപ്പോലെ അത്യാവശ്യം ഗൾഫിലൊക്കെ പോയവനാണ്, അത്യാവശ്യം അങ്ങനെ, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ജബലാലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം എന്നൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ലേവിയുടെ കാര്യം നോക്കി, ലേവിക്കും അത്യാവശ്യം സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ അവനും അറിയാം അവൻ്റെ ഉള്ളിലെ പാപവസ്ഥകൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ വന്ന് ലേവിയെ വിളിക്കുന്നത്, അല്ലെ മത്തായിയെ വിളിക്കുന്നത്. ലൂക്ക 5:27-28. അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എൻ്റെ പാപാവസ്ഥയിൽ ദൈവം ഇരിക്കുന്ന എന്നെ കണ്ടിട്ട് യേശു അവനോട് പറഞ്ഞു, അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഇനി അത്യാവശ്യം ആ പാപാവസ്ഥയൊക്കെ ഒന്ന് മാറി, എൻ്റെ ജീവിതകഥയാണ് ഞാൻ പറയുന്നത്, പാപാവസ്ഥയൊക്കെ മാറി യേശുവായിട്ട് പറഞ്ഞ പോലെ എൻകൗണ്ടറൊക്കെ ഉണ്ടായി, പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. അത്യാവശ്യം പള്ളിയിൽ പോകും, ബൈബിൾ വായിക്കും, ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കും. ഞാൻ നല്ല സെറ്റപ്പാണ്, വെള്ളിയാഴ്ച വെള്ള ഷർട്ടൊക്കെ ഇട്ടേ പള്ളിയിൽ പോകുള്ളൂ, ആൾക്കാരൊക്കെ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നയാളെന്നൊക്കെ വിചാരിക്കുന്ന, ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ലൊരു ഫരിസേയനാണ്, നല്ലൊരു തീവ്രവാദിയായിട്ടുള്ള ഫരിസേയനാണ്. അങ്ങനെയുള്ളൊരു ഫരിസേയൻ എക്സ്ട്രീം ആരായിരുന്നു? സാവൂളിൻ്റെ എൻകൗണ്ടർ നോക്കിയ അപ്പോസ്തലൻ പ്രവർത്തനങ്ങൾ 9:4-5. അവൻ നിലംപതിച്ചു, തള്ളി താഴെയിട്ടു ദൈവം. കാരണം അവൻ്റെ ഇപ്പോഴത്തെ പൊസിഷനേക്കാൾ വേണ്ടത് അവന് പൂർണ്ണമായ സമർപ്പണമാണ്. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്കാണ് സാവൂളിനെ പത്രോസാക്കിയത്, പൂർണ്ണമായൊരു സമർപ്പണം. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പത്രോസിനെ ദൈവം എങ്ങനെ എടുത്തുപയോഗിച്ചു. നമ്മളും ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം എങ്ങനെ എടുത്ത് നമ്മളെ ഉപയോഗിക്കും. ഇപ്പോൾ എൻ്റെ February 14 ഞാൻ ജബലാലിയിലാണ്
ദുബായ് ജബലയിലാണ് ജീസസ് യൂത്തിൻ്റെ ഫാമിലി കോർഡിനേറ്റർ. യൂത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ, ഇങ്ങനത്തെ ചില യൂത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാമിലി കോർഡിനേറ്ററാണ്. അന്നേരം ഞങ്ങൾക്കൊരു കുറേ നാളുകളായിട്ട് ദൈവം ഞങ്ങളോട് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. യങ് കപ്പിൾസിന് വേണ്ടി ഒരു ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം നടത്തണം. അപ്പോൾ പല പ്രാവശ്യമായിട്ട് ആ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നാട്ടിലെ ബ്രദറുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ദൈവം പല പ്രാവശ്യം പറയുന്നു, ഞങ്ങളിത് ഈ പ്രോഗ്രാം ചെയ്തു. ഫെബ്രുവരി 14 പ്രോഗ്രാം ചെയ്യുന്നത്. കുറച്ച് നേരം ആദ്യമൊക്കെ ഞാനിങ്ങനെ ഉഴപ്പി പല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ആഞ്ഞ് പണിയുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, ദൈവമേ, ഒരാഴ്ച കൂടിയുള്ള പ്രോഗ്രാമിന് എന്ത് ചെയ്യണമെന്ന് ഒരറിയില്ല, അത്യാവശ്യമൊക്കെ ആയി. എന്നാലും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. 27 കപ്പിൾസ് വന്ന് ഒരു ഫാം ഹൗസിൽ വെള്ളി ശനി ഞായർ താമസിച്ച് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അവർക്കൊരു 54 ആൾക്കാർ, ഇവരുടെ ഒരു 10-30 പിള്ളേരുണ്ട്. അതിനകത്ത് 20 പേര് കുഞ്ഞു കൊച്ചുക്കൾ. ഓരോരുത്തർ വേണം ഇവരെ നോക്കാൻ. അതിനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലില്ല. അതിന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണം. ഇനി യൂത്ത് പിള്ളേർ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു 100-120 പേരുടെ വലിയ പ്രോഗ്രാമാണ്. ഫാം ഹൗസ് മാത്രമേ ഉള്ളൂ, ഒരു അറേഞ്ച്മെൻറ്റും അല്ല, ബാക്കിയുള്ള എല്ലാം ചെയ്യണം. അപ്പോൾ ഒന്നിൽ ഇത് അടിപൊളിയായിട്ട് നടക്കും, അല്ലെങ്കിൽ മൊത്തം പണി പാളും. അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് തന്നെ തമ്പുരാനോട് പറയും, തമ്പുരാനെ, ഇത് നിൻ്റെ പ്രോഗ്രാമാണ്, ഇത് നീ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് നടക്കണം. അമ്മ മാതാവായിട്ട് നല്ല പിടിയിലായതുകൊണ്ട് അമ്മ മാതാവിനോട് പറയുന്നു, ഈ പരിപാടി നടത്തണം. ആ പ്രോഗ്രാം 2 രീതിയിലാണ്. എനിക്ക് വേറൊരാൾ ഒരു എക്സൽ ഷീറ്റൊക്കെ അയച്ചു തന്നു. അതിനകത്ത് ഇങ്ങനെ മിനിറ്റ് ബൈ മിനിറ്റ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ബ്യൂട്ടിഫുൾ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഇങ്ങനെ വേണേൽ ചെയ്യാമെന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണോ അത് മൊത്തം വിട്ടുകൊടുത്ത് ചെയ്യണോ? ഇത് വലിയ പണി. അതിനേക്കാൾ എളുപ്പമുള്ള തമ്പുരാൻ വിട്ടുകൊടുത്ത് നടക്കുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ പറയും, തമ്പുരാനെ എനിക്ക് പൂർണ്ണമായിട്ട് വിട്ടു തരുന്നു. ആ പ്രോഗ്രാം വാസ് സോ ഫണ്ടാസ്റ്റിക്. ഇത്രയും ഞങ്ങൾ ചിന്തിച്ച, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വൈഫിനോട് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു, ഇത്രയും വലിയ പ്രോഗ്രാമാണ് നിങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് നമ്മൾ ഒരിക്കലും അറിഞ്ഞില്ല കേട്ടോ, ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചില വരാത്തവർ പറഞ്ഞു, ഞങ്ങൾ എന്താണേലും വന്നേനെ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞതാണ്, ഇത്രയും വലിയ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളും പ്ലാൻ ചെയ്യുകയില്ലായിരുന്നു. അത്രയ്ക്ക് വലിയ പ്രോഗ്രാം ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. ദൈവകൃപ ഒഴുകി ഈ 27 കപ്പിൾ ട്രാൻസ്ഫോമായി, ഞങ്ങളെല്ലാം ട്രാൻസ്ഫോമായി, അവിടെ വന്ന് യൂത്തുകൾ ട്രാൻസ്ഫോമായി. അപ്പോൾ എനിക്കിതെല്ലാം പൂർണ്ണമായ ഒരു സമർപ്പണത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം വേറെ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തോമാശ്ലീഹയെ പോലെ അവിടെ പൂർണ്ണമായ സമർപ്പണത്തിന്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുവാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഈ മറിയത്തിൻ്റെ നോക്കി വിശുദ്ധയായി എല്ലാമായി അല്ലേ? എന്നാലോ അവിടെ അമ്മ പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:28. ഇതിൽ നിന്ന് നമുക്ക് 2 തലത്തിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നെന്നു വെച്ച് കഴിഞ്ഞാൽ, എത്ര വിശുദ്ധനായാലും മറിയത്തിൻ്റെ അത്രയും പരിശുദ്ധ അമ്മയുടെ അത്രയും വിശുദ്ധിയിലേക്ക് എത്തിയാൽ പോലും നമുക്ക് പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ആവശ്യമുണ്ട്. രണ്ടാമത് എന്താണ്? അത്രയും വിശുദ്ധിയിലൊരു വ്യക്തി അത്രയും വിശുദ്ധിയിലേക്ക് വരുന്നതിൻ്റെ കാര്യം തന്നെ സമർപ്പണമാണ്. അപ്പോൾ നമ്മൾക്ക് വിശുദ്ധിയിലേക്ക് എത്താൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങളുടെ വിശുദ്ധിയാണ് ഞാൻ അപേക്ഷിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ പൂർണ്ണമായ സമർപ്പണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ്സ് മാത്രമല്ല, നെഗറ്റീവ്സ് മാത്രമല്ല, മൊത്തം കാര്യങ്ങൾ, ധന്യതകൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, ബന്ധങ്ങൾ, സമ്പത്ത്, ഇത് മൊത്തം, പാപങ്ങൾ, ആന്തരിക മുറിവുകൾ, ഭാരങ്ങൾ, തഴക്കദോഷങ്ങൾ, പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം നമ്മൾ സമർപ്പിക്കണം. മിസ്സിയോടെ ക്ലാസ് ഞാൻ ഇതുപോലെ ഈ ഓൺലൈൻ കോഴ്സാണ് ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത്. താങ്ക്സ് ടു കോവിഡ് കേട്ടോ. കോവിഡ് കാരണമാണ് ഇവിടെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിനുശേഷം മെൻറ്ററായി. ഞാൻ നിങ്ങളെപ്പോലെ അത്ര ഡീസൻ്റ് ഒന്നും അല്ല, ഞാൻ പല ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് മെൻറ്റർ ആയതോടെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു കൊള്ളാലോ, നല്ല പ്രോഗ്രാമാണ്, കുറച്ചുകൂടെ ഒരു ആഴത്തിലേക്ക് വചനങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ അനുഭവമായി. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി താമസിച്ചുള്ള കോഴ്സ് തുടങ്ങി കൂടി. അപ്പോൾ ആ കോഴ്സിൽ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനൊരു സെഷൻ, കൗൺസിലിംഗ് ആയിട്ടൊരു സെഷൻ ഇരുന്നു. നമ്മുടെ ടോമിച്ചായൻ്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ടോമിച്ചായൻ വഴി ഈശോ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിട്ടുകൊടുക്ക് ജോജോ, കുറേ സാധനങ്ങൾ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീ വിട്ടുകൊടുക്ക്. അങ്ങനെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാനൊന്ന് വിട്ടുകൊടുത്ത് നോക്കി. ഓക്കെ, വിട്ടുകൊടുത്തതിന് ശേഷം അതിനുശേഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുന്നത്. അപ്പോൾ അത്രയും നാൾ ഞാൻ ഈശോയോട് പറയുന്നത്, ഈശോയെ, നമ്മൾ തമ്മിൽ ഭയങ്കര എന്നാണേലും കെട്ടിപ്പിടിക്കുക, എന്ത് വേണേലും ചെയ്യാം, പക്ഷേ ഈ സുവിശേഷ പ്രഘോഷം അയലോക്കത്ത് പോയി ആൾക്കാരോട് പറയാൻ എന്നോട് പറയരുത് മാത്രം എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് ചെയ്യാനും പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു സ്പെഷ്യൽ അഭിഷേകമായിരുന്നു ഈ കോഴ്സിൻ്റെ അവസാനം, താമസിച്ചുള്ള കോഴ്സിൻ്റെ. എനിക്ക് തോന്നുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് 5 മിനിറ്റെങ്കിലും എനിക്ക് അഭിഷേകം തന്നു. അത് കഴിഞ്ഞ്
എന്ത് വേണം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഞാനൊരു 150 പേർ 200 പേരുടെ അടുത്ത് പോയി ഈ സുവിശേഷം പങ്കുവച്ചു. അത് ഞാനായിട്ട് അങ്ങോട്ട് പോയതല്ല, ദൈവം അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ അയലോക്കംകാർ, കുടുംബ കൂട്ടായ്മകൾ ഇങ്ങനെ എല്ലാം ഒരുക്കി ദൈവം, എന്നിട്ട് ഇതിൻ്റെ പവറുകൾ, പല രീതിയിലുള്ള പവറുകൾ, ഈ സുവിശേഷത്തിൻ്റെ പവർ എന്നെ കാണിച്ചു തരികയും ചെയ്തു. അപ്പം ആ വിട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ശരിക്കും ട്രാൻസ്ഫോം ചെയ്തു. എൻ്റെ അന്ന് വരെയുള്ള ചിന്താഗതി, നമ്മളിങ്ങനെ ഉപേക്ഷിക്കല്ലേ, സമർപ്പണം ചെയ്യുമ്പോൾ അയ്യോ ഇതെല്ലാം കൂടെ നഷ്ടപ്പെടുത്തുകയല്ലേ, വൈഫിനെ സമർപ്പണം ചെയ്ത് നഷ്ടപ്പെടുത്തുകയല്ലേ, അല്ലെങ്കിൽ പിള്ളേരെ, അല്ലെങ്കിൽ സമ്പത്ത്, ഇതെല്ലാം. ഈശോ പറയുന്നത് എന്താ? മത്തായി 19:29 എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. അപ്പം ഞാനിപ്പോൾ എൻ്റെ വൈഫ് ദൈവം അനുഗ്രഹിച്ചിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും, നല്ലൊരു പെണ്ണാണ്, ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യം സപ്പോർട്ടായിട്ടിരിക്കുന്ന ഒരു പെണ്ണ്. അപ്പോൾ എന്തിനാ പ്രാർത്ഥനയൊന്നുമില്ല, അപ്പോൾ ആവശ്യമില്ല. അവളങ്ങനെ, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പോകും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബോധ്യം കൂടെ, ചിലപ്പോൾ ഇത് സെൽഫിഷ് ആണല്ലോ, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ ഈ സമർപ്പണത്തിൻ്റെ ബോധ്യം എനിക്ക് മെസ്സിയോയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഞാൻ തമ്പുരാനെ ഇത്രയും നല്ലൊരു ഭാര്യയെ തന്നതിന് നന്ദി പറയുന്നു. പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഈ ബന്ധം സമർപ്പിക്കുന്നു, ഇവളെ സമർപ്പിക്കുന്നു, ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അനുഗ്രഹം തന്നെ പൂർണ്ണമായിട്ട് ദൈവമേ നിൻ്റെ മോളാണെന്ന് പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടെ എനിക്ക് അവളുമായിട്ടുള്ള ഒരു ബന്ധം വേറെ ഒരു ലെവലിലേക്ക് മാറി. ഇന്ന് വരെ ഞാൻ ശരിക്കും 2 കാര്യങ്ങൾ ചിന്തിച്ചില്ല. ഒന്ന്, ദൈവം ഇത്രമേ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് അവളിലൂടെ, സൂപ്പർ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റിനെ അതുപോലെ നോക്കുക. രണ്ടാമത് ഒരു സീക്രട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെയും പിതാവായ ദൈവം, ത്രിത്വൈക ദൈവത്തിനെ കെട്ടിപ്പിടിക്കാം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ ആലയമായ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ പരിശുദ്ധാത്മാവിനെ ആ ബോധ്യത്തോടെ കെട്ടിപ്പിടിക്കുമ്പോൾ ശരിക്കും ഒരു ദൈവീയ അനുഭവം ഉണ്ടാകും. അതാണ് എനിക്ക് തോന്നുന്നത്, ദൈവം ഭയങ്കര ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്, കല്യാണം കഴിച്ച ആൾക്കാർക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ച് ആ ഗിഫ്റ്റ് നമ്മൾ കയ്യിലെടുക്കേണ്ടതാണ്. ഇനി അതേപോലെ എൻ്റെ ഇടവക വികാരിയച്ഛൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇവരെല്ലാം ഉപേക്ഷിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര പ്രാർത്ഥനയുള്ള ഞങ്ങളുടെ അച്ഛൻ, ആ അച്ഛനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും എല്ലാവരും സ്നേഹിക്കുന്ന അച്ഛനെയാണ്. എന്ത് വേണേ അച്ഛനെ പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. പുള്ളി എസ്പെഷ്യലി ഒന്നും സ്വീകരിക്കുകയില്ല, ഒരു ആഹാരം ഒന്നും താല്പര്യമില്ല. പക്ഷേ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, എടാ എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ച് ആൾക്കാർ വരും. അത് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ട്, ഞാനൊരു കാര്യം അച്ഛന് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പം എന്നോട് പറയേണ്ട, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഓട്ടോ പിടിച്ച് അവരെത്തും. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ വേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും കൊണ്ടുവരണ്ട, ഇതൊന്നും കൊണ്ടുവരണ്ട, നീ ഈ പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്ന, അല്ല ഈ സാധനം ഞാനിപ്പോൾ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന അച്ഛന് വേണ്ടിയിട്ട്. അതാണ് അച്ഛൻ എന്നോട് പറയുന്നത്. ഞാനിങ്ങനെ കൊടുക്കുകയാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര സാക്ഷ്യം അച്ഛൻ, ഇങ്ങനെയാണ് ദൈവം ആൾക്കാരുടെ ഇടയിൽ ഇടപെടുന്നത്. അപ്പം അങ്ങനെ അവർ പൂർണ്ണമായിട്ടും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടുന്നില്ല. ദൈവം ഈ ലോക ജീവിതത്തിൽ തന്നെ 100 ഇരട്ടി നൽകുന്നു. ഇനി രൂപാന്തരീകരണം എങ്ങനെയാണ്? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. റോമ 12:2. ഇത് വളരെ ഒരു പിവോട്ടലായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ലോകം എപ്പോഴും നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടണം. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ബുക്കുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്കിലാണ്. നമ്മളെ നവീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എവിടെ നോക്കിയാലും നവീകരിക്കാനുള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഇന്ന് സുവിശേഷം പങ്കിടുന്നതിന് മുമ്പ് ഞാൻ അവനോട് പറയുമായിരുന്നു, എടാ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ട്. ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യമാണ്, വൈഫാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വൃത്തിക്കുറവുണ്ട്. ഇത് കാണുമ്പോഴാണ് ഹസ്ബൻഡിന് ഇരട്ടി ദേഷ്യം. എന്ത് ഉപദേശം നമുക്ക് ഇവിടെ കൊടുക്കുക? അപ്പോൾ അവൻ പറഞ്ഞു ഹസ്ബൻഡിനോട് ക്ഷമ പരിശീലിക്കാൻ പറയണം, ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ പറയണം, വൈഫിനോട് ഇച്ചിരി കുളിച്ച് കുറച്ചുകൂടെ റെഡിയാകാൻ, വൃത്തിയാകാൻ പറയണം. ഞാൻ പറഞ്ഞു, ചേട്ടാ അതല്ല സുവിശേഷം എന്നാണ് എൻ്റെ ബോധ്യം. സുവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാപാവസ്ഥ നമ്മൾ ഹസ്ബൻഡ് പോയി ഈശോയോടാണ് പറയേണ്ടത്, ഈശോയെ നീ എൻ്റെ ഈ ദേഷ്യത്തിനെ കുരിശിൽ മരിച്ച് രക്ഷിച്ചു കഴിഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു, ഇതാ എൻ്റെ ദേഷ്യം, എൻ്റെ ബലഹീനത, നീ എൻ്റെ കൃപ തരണമെന്ന് പറഞ്ഞ് ക്ഷമയുടെ കൃപ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് അവന് മാനസാന്തരം ഉണ്ടാകുക. അതേപോലെ വൈഫ് ചെയ്യുമ്പോഴാണ് അവൾക്ക് മാനസാന്തരം. അപ്പോൾ ആ കൃപ സ്വീകരിച്ച് മനസ്സിൻ്റെ നവീകരണം വേണം. പക്ഷേ മനസ്സിൻ്റെ നവീകരണം നമ്മുടെ ശ്രമം കൊണ്ടല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ദാനമായിട്ട് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. മനസ്സിൻ്റെ നവീകരണം അഥവാ രൂപാന്തരം എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്? ഇതാണ് പറഞ്ഞത്. മാനസാന്തരം പഴയ പാപങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം മാത്രമാണ്. ഞാനിപ്പോൾ ഇനി ഞാൻ ചെയ്യുകയില്ല, അല്ല ഞാനിനി പുതിയ പ്രാർത്ഥനകളും പുതിയ നല്ല തീരുമാനങ്ങളും പദ്ധതികളുമായുള്ള ജീവിതം യഥാർത്ഥ മാനസാന്തര ജീവിതമാണോ? അല്ല.
പക്ഷേ യഥാർത്ഥ മാനസാന്തര ജീവിതം ഒരു പൂർണ്ണമായ സമർപ്പണം. എന്തുകൊണ്ട് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കണം? നമ്മൾ ആ സത്യം തിരിച്ചറിയണം. ഞാൻ വിട്ടുകൊടുക്കുന്നത്, എൻ്റെ കാര്യങ്ങളെല്ലാം കൂടി ഞാൻ ഈശോയെ സമർപ്പിക്കുന്നു, എനിക്ക് കുറച്ച് പ്രയോജനം അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു. അതല്ല സത്യം. സത്യം എന്താ? സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായി മനസ്സിലാക്കി അവനെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് യഥാർത്ഥ മനസ്സാന്തരം. അതായത് ഈശോ പറയാണ്, ഞാനാ നിന്റെ ഉടമസ്ഥൻ. ഓക്കെ, പൂർണ്ണമായ ഈശോയ്ക്ക് വേണ്ടി ജീസസ് യു ആർ മൈ എവരിത്തിങ് പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവം നമ്മളെ പൂർണ്ണമായി തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാം വെറും അള്ളിപ്പിടുത്തങ്ങളാണ്, നമ്മുടെ മനസ്സിൽ മാത്രമുള്ള നുണകളാണ്. സത്യം എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഞാൻ യേശുവിൻ്റെയാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിയുകയും ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ബന്ധനങ്ങളിൽ നിന്ന്, നമുക്ക് എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെങ്കിൽ, അല്ലെ സമ്പത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന്, ബന്ധനമാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, തഴക്കങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ അറിവുകൾ നൽകുന്ന നെഗറ്റീവുകൾ ചിന്തകളിൽ നിന്ന്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ ഒരു നോർമലി തന്നെയല്ല, നമ്മളെ ഹാഫ് ട്രൂത്തുകൾ പലതും പറഞ്ഞു തരും. പല കാര്യങ്ങളും നിങ്ങൾ സ്നേഹിക്കണം, എല്ലാവരും സ്നേഹിക്കണം, കറക്റ്റാ, അത് മാത്രമാണ് ചെയ്യേണ്ടത്. ഈ ഈശോയും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്നേഹിച്ച് ജീവിച്ചാൽ മതി, കറക്റ്റ് അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ പറയും അതുകൊണ്ട് ഏത് മതമാണെങ്കിലും കുഴപ്പമില്ലെന്നേ, നിങ്ങൾ സ്നേഹിച്ച് ജീവിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു സത്യം എന്താ? സത്യം ഇതാണ്, നമുക്ക് സ്നേഹിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ പാപാവസ്ഥയിൽ നമുക്കൊരു രക്ഷ വേണം. ആ രക്ഷ വേണമെങ്കിൽ ഈശോ നമുക്ക് നൽകണം. അത് വേണമെങ്കിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കണം. ആ സത്യം പറയില്ല, അതിനു മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഹാഫ് ട്രൂത്തുകളും അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിലും ലോകം തരുന്നതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുകൊടുക്കണം. എന്നിട്ട് ദൈവഹിത പ്രകാരം നടക്കാൻ നമ്മെ തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നതാണ് മനസ്സാന്തരം. എല്ലാം ദൈവഹിത പ്രകാരം. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്കൊരു ഓപ്ഷൻ, ഇപ്പോൾ ഒരു എ ഉണ്ടെന്ന് വിചാരിക്കുക, ഓപ്ഷൻ ബി ഉണ്ടെന്ന് വിചാരിക്കുക. ഓപ്ഷൻ ബി ആണ് നമ്മൾ ബുദ്ധിയിലൊക്കെ ചിന്തിച്ചിരിക്കുന്നത്. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും ഓപ്ഷൻ എ ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ദൈവം നമുക്കിട്ട് അതങ്ങനെ ശരിയാകില്ല, ഓപ്ഷൻ ബി ആണല്ലോ കറക്റ്റ് എന്നാണ് നമ്മൾ നോർമലി ചിന്തിക്കുന്നത്. കാരണം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലതല്ലാത്തൊരു കാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ? നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത് എന്താണ്? നമ്മളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തിന് അറിയാം ഓപ്ഷൻ എ ആണ് എല്ലാവർക്കും നല്ലത്, എല്ലാവർക്കും നല്ലത് അതാണ്. അതുകൊണ്ട് തന്നെ ദൈവഹിതം എന്ന് പറയുന്നത് നമുക്കും ഏറ്റവും നല്ലതായ കാര്യമാണ്. അപ്പം ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ആ ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിന് ഈ ബ്രദറുമായിട്ട് ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗർഭിണികളായ സ്ത്രീകളെ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഈ 3 പേരെ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യണം. അതിനകത്ത് ഒരാൾക്ക് മാർച്ചിലും കാണണം, 1 മാസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി. ബാക്കിയുള്ളവരെല്ലാം 3-4 മാസം. അവർക്ക് പ്രത്യേകം റൂം കാര്യങ്ങളെല്ലാം ചെയ്തു. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച ഒരു 10 മണിയായപ്പോൾ ഞാൻ നോക്കുമ്പം ഈ മാർച്ച് ഡെലിവറിയുള്ള കൊച്ച് പുറത്തുകൂടെ നടക്കുകയാണ്, ഇച്ചിരി വിഷമിച്ചാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അവർക്കാണെന്നുണ്ട് വീട്ടിൽ പോകാൻ യാതൊരു താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞു. എനിക്കാണെങ്കിലും ഒട്ടും താല്പര്യമില്ല. എത്രയും കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം ബ്യൂട്ടിഫുൾ ക്ലാസ്സുകളാണ്, അത് അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 5 മിനിറ്റ് അകത്ത് പോയി റൂമിലൊക്കെ ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് വന്ന് ക്ലാസ് കണ്ടിന്യൂ. അപ്പോൾ എൻ്റെ കൂടെ ഒരു 5 ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ചേച്ചി പറഞ്ഞു, എടാ മോനെ, നിനക്ക് ഇവരെ വീട്ടിൽ വിട്ടോ എടുത്തനം പെട്ടാൽ പ്രശ്നമോ അതാണ് ഇതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു, സ്നേഹത്തോടെ. അപ്പോൾ 5 ചേച്ചി പറഞ്ഞപ്പോൾ ഇത് അനുസരിക്കാനും പറ്റത്തില്ല, അനുസരിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്തായി? ഞാൻ പറയുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അകത്തൊരു പ്രാർത്ഥന, സിയോൺ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ റൂമുണ്ട്. ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കാനുള്ള കൃപയുള്ള ഒരാളുമായിട്ട് ഞങ്ങളകത്ത് പോയി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് തമ്പുരാൻ പറഞ്ഞു, ഈശോ പറയുന്നു, എടാ അവരെ എത്രയും പെട്ടെന്ന് വിട്ടു, അവരിന്ന് ഡെലിവർ ആകും, 1 മാസം പോണേ, ഇന്ന് ഡെലിവർ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് പോയ ആളല്ല, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ പറഞ്ഞു, അതെ 2 കപ്പിളിനെ വിളിച്ച് ഒരു കപ്പിളിനെ വിളിച്ചിട്ട് അവരോട്, ചേട്ടാ ചേച്ചി ഇവരുടെ കൂട്ടത്തിലൊന്നും ഇവരെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം, കാരണം അവിടുന്ന് ഒരു മണിക്കൂറെങ്കിലും യാത്ര ചെയ്താൽ മാത്രമേ ഇവരുടെ വീടിൻ്റെ അടുത്തെത്തുള്ളൂ, ഞങ്ങളുടെ സ്ഥലത്തെത്തുള്ളൂ. നിങ്ങളുടെ വണ്ടിയെ ഇവരെ കൊണ്ടുപോരും, ഇവരെ വണ്ടി ഓടിപ്പിക്കരുത്, ഇവരെ കയറ്റിയിരുത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എന്നാൽ ഞാൻ അവരുടെ വണ്ടിയായിട്ട് പുറകെ പോകും. അങ്ങനെ ഇവർ 5 പേര് പുറകെ പോയിട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ കൊണ്ടുപോകുന്ന കപ്പിളിനോട് പറഞ്ഞു, ഇത് ഇങ്ങനൊരു മെസ്സേജ് ഉണ്ട്, അതുകൊണ്ട് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവർ പോകണമെന്ന് പറഞ്ഞാൽ അന്നേരം ഹോസ്പിറ്റലിലോട്ട് വിട്ട് വീട്ടിലോട്ട് പോകണ്ട. ഇവർ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, അന്ന് ഡെലിവർ ആകും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും അവരുടെയൊക്കെ നല്ല ആഗ്രഹത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് വിട്ട് കഴിയുമ്പോഴാണ്, നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ളൊരു മാറ്റമാണ്. ജഡത്തിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് ആത്മീയമായിട്ട് നമ്മൾ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മാറ്റം.
അപ്പം ദുർമോഹങ്ങളിൽ കലുഷിതമായ മനസ്സിനെ അഥവാ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ മാത്രമേ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലേ? ബിന ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ബ്ലഡിൽ ചേച്ചി പറയും എനിക്ക് അങ്ങനെ തോന്നിയതല്ലേ, എനിക്ക് കീമോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബ്ലഡ് ദൈവത്തിന് ഈശോയുടെ ബ്ലഡാണ്. ആ തോന്നലല്ലെന്ന്, ആ സത്യമാണ്. അല്ലേ? ഈശോയെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്, നമ്മൾ അതൊരു സത്യമാണ്. ആ സത്യം തിരിച്ചറിയുമ്പം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സാന്തരപ്പെടാൻ പറ്റും. എനിക്കൊന്നുമില്ലെന്നും എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് മാനസാന്തരത്തിൻ്റെ പ്രതിഫലനം. ഇത് സത്യമാണ്. ഈ സത്യമാണ് നമ്മളെ തുറന്ന് സ്വതന്ത്രരാക്കുന്നത്. കാരണം എന്ത് കഴിഞ്ഞാൽ മത്തായി 28:18 പറയുന്നു, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന എല്ലാ അധികാരം തമ്പുരാൻ എൻ്റെ ഓഫീസ് നിനക്ക് നൽകി, എൻ്റെ പിള്ളേരെ നിനക്ക് നൽകി, അങ്ങനെ നൽകി, ഇങ്ങനെ നൽകി. കഴിഞ്ഞ പ്രാവശ്യം ഈ ക്ലാസ്സിനോട് ഞാൻ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് കേട്ടാ, ഇത് മാത്രമല്ല, നീ എന്ന് പറയുന്ന വ്യക്തിയും നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ ചിന്തിക്കുന്ന എല്ലാം എൻ്റേതാണ്. അതാണ് സത്യം. അതുകൊണ്ട് പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ അതും ഇതുമായിട്ട് സമർപ്പിക്കുകയല്ല, നീ നിന്നെ തന്നെ സമർപ്പിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ശരിക്കും അന്ന് ക്ലാസ്സിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പറയും, തമ്പുരാനെ പൂർണ്ണമായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അതിനുശേഷം എനിക്ക് സമർപ്പണം ഈ പറഞ്ഞ എക്സ്പീരിയൻസുകളാണ്. എന്ത് പ്രോഗ്രാം ചെയ്യണമെങ്കിലും പൂർണ്ണമായിട്ട് തമ്പുരാന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാത്രം തമ്പുരാനിൽ നിന്ന് ഗൈഡൻസ് എടുത്ത് ചെയ്യുക. അത്ഭുതം കാണുക. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാൻ 14:6. അപ്പോൾ പാവം മൂലം നമ്മൾ ദിവസമായി പുറത്തു വന്നെങ്കിൽ യേശു നമ്മളെ അനുരഞ്ജിപ്പിച്ച് വഴിയായ യേശുവിലൂടെ പിതാവിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുകയാണ്. എല്ലാം യേശു ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടെ നടന്നാൽ മതി. നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഒന്ന് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഏറ്റവും നമുക്ക് ബാക്കിയുള്ളവർക്കും ഏറ്റവും നല്ലതായത് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്നും രക്ഷിച്ചവൻ്റെ കൂടെയുള്ള മടക്കയാത്രയാണ് മാനസാന്തരം. എപ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടേ? പള്ളിയിൽ പോകുമ്പോഴാണോ? സംസാരിക്കുമ്പോഴാണോ? അല്ല, എന്നും എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയല്ല. ഇമ്മാനുവലാണ്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ഈശോയുടെ കൂട്ടത്തിലുള്ള ഒരു മടക്കയാത്ര. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്ന, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്യർ 2:20. ഇനിമേൽ ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. ഇപ്പം നോക്കിയാൽ ബിനച്ചേച്ചിയുടെയൊക്കെ ഇപ്പോഴത്തെ ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചിയെ കണ്ടിട്ട് ചേച്ചിയൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ, ചേച്ചിയെ കണ്ടിട്ട് ചേച്ചിയുടെ പല യങ്സ്റ്റേഴ്സ്, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് കൺസേൺ ആണല്ലോ, യങ്സ്റ്റേഴ്സാണ് ചേച്ചിയെ പറഞ്ഞിട്ട്, ചേച്ചി യു ആർ എ വിറ്റ്നസ്, ചേച്ചി ഒരു സാക്ഷ്യമാണ്, ചേച്ചി ഒരു അത്ഭുതമാണ്, ചേച്ചിയെ കണ്ട് ഞങ്ങൾ ഇൻസ്പയർ ആകാണെന്ന് ഒത്തിരി യങ്സ്റ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ചേച്ചിയിൽ നോക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ പരിമളം, ക്രിസ്തുവിൻ്റെ അംബാസഡറായ ചേച്ചിയാണ് അവർ കാണുന്നത്. അപ്പോൾ മത്തായി 18:3 പറയുന്ന പോലെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇപ്പം നമ്മുടെ ചേച്ചി പറഞ്ഞിരുന്ന മിനി ചേച്ചി പറഞ്ഞിരുന്ന പോലെ ആ ഒരു ശിശു സഹജമായ വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം നമ്മളൊക്കെ ആ ശിശുവാകുക എന്ന് പറയുന്നത് പൂർണ്ണമായി നമ്മൾ തമ്പുരാന് വിട്ടുകൊടുത്ത് പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, കൊന്തയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട് അല്ലേ? വിശ്വാസം, ശരണം, ദൈവസ്നേഹം. അപ്പോൾ ഇത് 3ഉം വിർച്വൽ ഗിഫ്റ്റായിട്ട് ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതരം, വിശ്വാസം സ്വീകരിക്കുന്ന പ്രത്യേകതരം. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് യെസ്, നമ്മൾ വിശ്വസിക്കുന്നു. ദൈവശരണം സ്വീകരിക്കുന്ന ഗിഫ്റ്റ് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് യെസ്, ദൈവത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ശരണപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ, അല്ലെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്ന ദൈവാത്മാവിലേക്ക് നമ്മൾ നിറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. സങ്കീർത്തനം 131:2. ഇത് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരു ബുക്കാണ്. ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അമ്മ വഴി ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് 3 പ്രശ്നങ്ങളുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഓഫീസിലൊരു കാര്യമുണ്ട്, ഒന്ന് ഈ ക്ലാസ്സിനെ കുറിച്ചൊരു ചിന്തയുണ്ട്, എനിക്ക് നാളെ ഒരു യൂത്തിൻ്റെ ഗ്യാതറിംഗ് ഉണ്ട്. ഈ 3 പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്നത്തെ ഇതിനനുസരിച്ചിട്ട് ഇന്ന് അമ്മയുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നുള്ള വചനം 3 പ്രാവശ്യം പറയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് ഇത് പറയുമ്പോൾ ഈ വചനം എടുത്ത് ഇത് 3 പ്രാവശ്യം പറയാൻ പറയുന്നതോടെ എനിക്ക് 3 പ്രോബ്ലങ്ങൾ പൂർണ്ണ സമർപ്പണത്തിൽ സോൾവ് ആയ പോലാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് എന്നും നമ്മൾ ആ അമ്മയോട് ചേർന്ന്, അല്ലെ അമ്മയുടെ ഒരു ശിശുവിനെ പോലെ നമ്മളൊരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് എത്തുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ് അല്ലേ, ഞാൻ ദുർബലനായ മനുഷ്യൻ, ഇതൊക്കെയാണ് നമ്മുടെ വിഷമം, പാപാവസ്ഥ, എന്നെ
ഇനി ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പൂർണ്ണ സ്നേഹത്തിൽ, പൂർണ്ണ വിശ്വാസത്തിൽ, പൂർണ്ണ മാനസാന്തരത്തിൽ യേശുവായിട്ട് നമ്മൾ ഒന്നായി കഴിയുമ്പോൾ നമ്മൾ റോമ 8:35 പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ ഒന്നിനും വേർപെടുത്താൻ പറ്റില്ല. നമുക്ക് തോന്നുന്നുണ്ട് ബീന ചേച്ചിക്ക് ഇനി 2 തലവേദന, 2 പനി വന്നു കഴിഞ്ഞാൽ ഇനി ആ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും. ഇനി ഒരു ക്യാൻസർ വന്നാൽ പോലും ഒരിക്കലും വരാതിരിക്കട്ടെ, അങ്ങനെ ഒരു വരാതിരിക്കട്ടെ, 100 വർഷം ചേച്ചി ജീവിച്ചിരിക്കട്ടെ. പക്ഷേ ആ ദൈവം ചേച്ചിക്ക് കൊടുത്ത ഒരു എറ്റേണൽ ലൈഫിലേക്ക് കൊടുത്ത ആ ഗിഫ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. 1-2 വർഷത്തെ, ഈ വർഷത്തിനെ വേണ്ടി ചേച്ചിയുടെ ആ മാനസാന്തരവും ട്രാൻസ്ഫോർമേഷൻ ഈസ് ഗോയിങ് ഫോർ എൻറ്റയർ ലൈഫ്. അങ്ങനെ നമ്മുടെ മാനസാന്തരത്തിലൂടെ ദൈവശക്തി നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് ലഭിക്കുന്ന ഡിപ്പോസിറ്റ് ഇന്നോ ഇന്നലെയോ ഇന്നോ നാളെയോ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, എറ്റേണൽ നിത്യജീവനിലേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനമല്ല, നമ്മുടെ പൂർണ്ണമായ വിട്ടുകൊടുക്കലും പൂർണ്ണമായ ശരണപ്പെടവും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലതാണ്, ആവശ്യമാണ്. അതിലേക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ കൃപ വഴി നിങ്ങൾക്ക് എല്ലാവരും അതിലേക്ക് പടിപടിയായി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. ആമേൻ. താങ്ക് യു ജോസഫ് ചേട്ടാ. മനോഹരമായ രീതിയിൽ കുഞ്ഞു വാക്കുകളിലൂടെയും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, ഏത് ഏജിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനോഹരമായിട്ട് ജോസഫ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. ആദത്തിന്റെ അവിടം തൊട്ട് നിയമത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് പ്രത്യുത്തരം നൽകുന്നതെന്ന് ഒക്കെ ആ ഒരു കാര്യം തൊട്ട് മനോഹരമായിട്ട് വചനത്തിലൂടെ ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു എന്തൊക്കെ തരത്തില് വചനത്തിൽ നമ്മൾ സമർപ്പണം കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഒരിക്കൽ മാത്രമല്ല, എപ്പോഴും കർത്താവിന് പള്ളിയിൽ പോകുമ്പോഴോ അങ്ങനെയൊന്നുമല്ല, എപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ ജോസ് ചേട്ടൻ ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു തന്നു. ജോസ് ചേട്ടാ, ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ പിതാവുണ്ട്, അഭിവന്ദ്യ മാർ പ്രിൻസ് ആന്റണി പെലങ്കാടൻ പിതാവെ പിതാവിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മോനെ, പിതാവ് കയറിയിട്ടില്ല, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. പിതാവ് അല്പം തിരക്കിലാണെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് കുറച്ച് അനൗൺസ്മെന്റുകളാണ് നൽകാനുള്ളത്. നമ്മുടെ സബ് ഗ്രൂപ്പ് മീറ്റിംഗുകളിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഗോഡിനെ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന കാര്യങ്ങൾ വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തതായി ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് മാർച്ച് മാസം 10 മുതൽ 15 വരെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവര് ഞാനിപ്പോ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്യണേ. 9015954230. മറ്റൊരു നമ്പറും കൂടെയുണ്ട്, 7012574557 എന്നീ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് സീറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്. മിസിയോ ഭവനത്തില് 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുള്ളവര് അറിയിക്കുക. കുടുംബമായിട്ടും അല്ലാതെയും വരാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ഇടവകയില് കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മാതാധ്യാപക നേതൃത്വങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ മിസിയോയുടെ ഫുൾ കോഴ്സ് വികാരി അച്ഛന്റെ അനുവാദത്തോടെ മിസിയോ ടീം ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ നടത്താൻ താല്പര്യമുള്ളവര് ടീമുമായിട്ട് അറിയിക്കുക. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ടോമിസ് ചേട്ടൻ നമ്മള് ആ നമ്പർ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. അത് PDF ആയിട്ട് നമുക്ക് ഓൺലൈനിൽ ലഭിക്കും. നമ്മളൊരു മിഷൻ മൂവ്മെന്റിലാണെന്നുള്ള ഒരു ബോധ്യവും എല്ലാം ആ ലേഖനങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും. അടുത്തതായി അനോണിമസ് ആയിട്ട് മെസ്സേജുകളിലൂടെ ആരെങ്കിലും മിസിയോ കുടുംബത്തിൽ നിന്ന് പണസഹായം എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അത്തരം കോളുകൾ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തത്തോടെ ഉടനെ വിവരം
അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ മിസിയോ ടീമിൽ നിന്ന്. അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരു പണസഹായം ചോദിക്കാറില്ല. ഓക്കെ, അടുത്തതായിട്ട് വൈൻഡ് അപ്പ് മെസ്സേജിനായിട്ട് നമ്മുടെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട ആലിസ് ആന്റിയെ ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു തോമസ് കുട്ടി, മിടുക്കൻ. അപ്പം നമ്മൾ ഈശോ ഇങ്ങനെ വെളിപാടി പറയുന്നുണ്ടല്ലോ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിലൊന്ന് തുറന്നു തന്നാല് അവന്റെ കൂടെ ഞാൻ അങ്ങ് കയറി ഒന്നിച്ചങ്ങ് ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മുടെ കയ്യിൽ അപ്പിയിരിക്കുന്നത് കേട്ടോ. അകത്തുനിന്ന് പൂട്ടിക്കിടക്കുന്ന വാതിലായതുകൊണ്ടാണ് പറഞ്ഞത് തുറന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ. നാളെ ആരാണ്ട് പറയുന്നത് വിട്ടിട്ട് ഒരു ലിഫ്റ്റ് ചോദിച്ച മനുഷ്യപ്പരൊക്കെ അയച്ചോ എന്നൊക്കെ. അതായത് ഒരു കാർ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് പലതരത്തിൽ പ്രതികരിക്കാം. ഒന്ന് പോടുന്നുണ്ടോ എന്ന് ചോദിച്ചോട്ട് പോകാം, അല്ലെങ്കിൽ കയറ്റാം, അല്ലെങ്കിൽ കയറ്റി അപ്പുറത്തിരുത്താം. അത് പറയായിരുന്നു ഒരു മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഈശോയെ വഴിക്ക് നിൽക്കുന്നത് കേട്ടോ, അങ്ങോട്ട് ചെന്നിട്ട് ഈശോയെ കയറ്റി അങ്ങോട്ട് ഡ്രൈവറുടെ സീറ്റിലും കൊടുത്തിട്ട് ഇയാള് മാറി അങ്ങ് ഇരുന്നത്രേ. അപ്പൊ പിന്നെ ഈശോ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയെന്ന്. അതുപോലെ സമ്പൂർണ്ണ സമർപ്പണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിട്ടുകൊടുക്കല. ജോജൊക്കെ എല്ലാവരും നമ്മൾ പറഞ്ഞവരൊക്കെ വിനിയും ഇത് എല്ലാവരുടെയും ഇതിലൂടെ നമുക്കത് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. അപ്പം പിന്നെ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതോ നമ്മളിങ്ങനെ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നതോ ആകുലപ്പെടുത്തുന്നതോ പലതരത്തിലുള്ള പറഞ്ഞില്ലേ, എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരു കടലാസ് എടുത്തിട്ട് ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ളത് എല്ലാം അങ്ങോട്ടങ്ങ് എഴുതുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കടലാസ് എടുത്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളത് എല്ലാം, കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചതും ഒക്കെ വേണേ എഴുതാം, എല്ലാം അങ്ങോട്ട് എഴുതിക്കും. അന്നേരം എല്ലാം കൂടെ കൊണ്ടുപോയി വേണേ ഒരു ദിവസം കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കർത്താവേ ഇതാ ഞാൻ എല്ലാം നിനക്ക് തരുന്നു പറഞ്ഞിട്ട് വെച്ചിട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കത്തിച്ചങ്ങ് വിടുക. ശരിക്കും അത്ഭുതം കാണും കേട്ടോ. ചിലപ്പോൾ ഈ ചോദിച്ചു കഴിയുമ്പോൾ ചോദിച്ച പറഞ്ഞില്ലേ, അവിടെ ഒരു പിടിയിൽ അങ്ങ് വിട്ടു. അങ്ങ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഒരു കൊണ്ടുപോക്കം കൊണ്ടുപോകും. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങള് നമ്മൾ ഇത്രയും പേര് നമ്മുടെ ജീവിതങ്ങളൊന്ന് വിട്ടുകൊടുത്താല് ശരിക്കും ലോക സുവിശേഷവൽക്കരണം ടപ്പെന്ന് നടക്കും. അപ്പൊ സിമ്പിളാണ്. ഇതൊക്കെ നമ്മുടെയൊക്കെ കരങ്ങളിലാണ്. അതായത് ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞ പല പ്രാവശ്യം നമ്മൾ കേട്ടു. ഇനി നമ്മുടെ ഇല്ല, നിങ്ങൾ ഇതും കൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത്? ഒരു സമ്മാനം സാരമായിട്ടൊരു സമ്മാനം വെച്ച് നീട്ടുമ്പോൾ അയ്യോ എന്തിനാ തന്നതെന്ന് അറിയത്തില്ല, നമ്മൾ കൈനീട്ട് വാങ്ങാതിരുന്നാല് നമ്മുടെ കാര്യമില്ല. ദൈവം അതുപോലെ എല്ലാം വെച്ചിരിക്കുക. പൗലോസിന്റെ പറയുന്നൊരു വാചകമുണ്ടല്ലോ, കൊറിന്തോസ് ലേഖനത്തിലാ, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നു പോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞെന്ന്. കാര്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഒരു പിടിയിലങ്ങ് വിട്ടു കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് കാര്യങ്ങൾ നടത്തുമെന്നേ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇതുപോലെ ദൈവം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളങ്ങോട്ട് വിടണം. അപ്പോഴാ നാളെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഷൈനി അലക്സി ഒരു ദിവസം പറയായിരുന്നു, ഞാനിന്നലെ കുമ്പസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞെല്ലാം വിടാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പിടിച്ചിരിക്കുന്നത് എവിടാന്നറിയത്തില്ല, പിന്നെ ഞാൻ വിടുക. നമ്മുടെയൊക്കെ പ്രശ്നം അതായില്ലേ, എവിടെ എന്താ നമ്മുടെ പിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ കണ്ടെത്തണം. ഈ ഒരാഴ്ച അതിനൊക്കെയുള്ള സമയമായിട്ട് എടുക്കണേ. ക്ഷമിക്കുന്നവർ മുതൽ ആദ്യത്തെ ദിവസം പറഞ്ഞുകൊണ്ടല്ലോ, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഉള്ളവരെ മുതൽ ചുമ്മാ അങ്ങ് എഴുതിക്കോ. പിന്നെ നമ്മുടെ വീഴ്ചകളും പരാജയങ്ങളും പാവങ്ങളും രോഗങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചല്ലോ, പവർ പോയിന്റിലെല്ലാം കാണിച്ചു തന്നോ നമ്മളെ. അങ്ങനെ ഉള്ളതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കുക. ഈ എഴുതി വെച്ചിട്ട് പിന്നെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ഈ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സമർപ്പണമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ എന്നിട്ട് കർത്താവ് ഇതെല്ലാം നീ പറഞ്ഞില്ലേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുക. കർത്താവിൻ്റെ അതാ. തോമസ് പറഞ്ഞ പോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് വെളിയിലങ്ങോട്ട് വിട്ടാൽ, അല്ലെ മറിഞ്ഞടിച്ച് കിടന്നിട്ട് സൗള് പറഞ്ഞില്ലേ, കർത്താവേ അങ്ങ് ആരാണെന്നില്ലേ. സൗളിന് മനസ്സിലായത് കർത്താവാന്ന് മനസ്സിലായി. പക്ഷെ സൗൾ ആരെയാ ഉദ്ദേശിച്ചത്? യഹോവ ആകുന്ന കർത്താവിനെ ഇല്ലേ.
കർത്താവെ അങ്ങ് ആരാണെന്ന് ചോദിച്ചപ്പോ 3 in 1 ഒരു ഉത്തരം ഈശോ കൊടുത്തു ഇല്ലേ? ഈശോ പറഞ്ഞത് എന്നതാ? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന്. എന്ന് പറഞ്ഞാൽ പൗലോസ് സാവൂള് വിളിച്ചത് യഹോവ ദൈവവും നീ ഇപ്പൊ പീഡിപ്പിക്കുന്ന സഭയും ഈ ക്രിസ്ത്യാനികളും ക്രിസ്തുവും എല്ലാം ഒന്നാണെന്നാ പറഞ്ഞത്. ഇതുപോലെ നമ്മളങ്ങോട്ട് വിടുമ്പോഴ് ശരിക്കും ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരാൻ പറ്റും. ആ തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഉണർവായിരിക്കുമേ. ആ ഒരു ഉണർവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമുക്കാർക്കും ആ സമരക്കാരി ഇത്തിരി പോയതുപോലെ അല്ലേ, അവളാണ് ഇച്ചിരി വെള്ളം വരാനായിട്ട് പോയതാ. പക്ഷെ ഈശോയെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പെണ്ണ് എല്ലാം പറഞ്ഞ് റോട്ടമല്ലേ ഓടിയത്. പത്രോസും ആന്ത്രോസും ഒക്കെ കണ്ടില്ലേ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്? വലയും വള്ളവും അപ്പനെയും എല്ലാം ഇട്ടേച്ച് പോയപ്പോ ഒക്കെ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഒന്ന് സമ്പൂർണമായിട്ട് ഈശോയുടെ വിടാൻ പറ്റിയാൽ അതോടുകൂടി നമ്മുടെ ജീവിതങ്ങൾ ആകെ പാടെ മാറും. ഈ ആഴ്ചയിൽ ഇത് ഈ ഓരോ ക്ലാസ്സിന് ഓരോന്നോരോന്ന് ആ ദൈവസ്നേഹം, പാപാവസ്ഥ, യേശുവിലൂടെയുള്ള രക്ഷ, വിശ്വാസം, മാനസാന്തരം, പരിശുദ്ധ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സിമ്പിളാ. ദൈവത്തിന് ആരാണ്ട് പറഞ്ഞ ഓർക്കുന്നുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ട്രൂത്ത്സ് ആർ ദ സിംപിളസ്റ്റ് എന്ന്. അത്ര സിമ്പിളാ കാര്യങ്ങളെ. നമ്മളൊന്ന് വിട്ട് കർത്താവ് കൊണ്ട് ഏറ്റെടുത്തിട്ട് നമ്മളെ സ്വന്തമാക്കി തോളയിലെടുത്ത് വെച്ച് ഒരു നടപ്പങ്ങ് നടക്കും. പൗലോസിലെ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പൊ ഈശോ നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ആ നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തെ ഈശോ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് വഴി അങ്ങോട്ട് നയിക്കുമ്പോൾ നോക്കി നിൽക്കുന്നവരൊക്കെ വണ്ടറടിക്കും. അവരൊക്കെ കാണുന്നത് നമ്മുടെയൊക്കെ മുഖമാണേ. എന്നിട്ട് അവരോർക്ക് അയ്യോ തോമസ് കുട്ടിയെ കണ്ടില്ലേ, ജോജോയെ കണ്ടില്ലേ, ആദിതാന്റിയെ കണ്ടില്ലേ? എവിടെ? ഈശോ അല്ലേ ഉള്ളിലിരിക്കുന്നത്. നമ്മൾ അത്ര ഇതായിട്ട് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അത്ഭുതം നമ്മൾ കാണും കേട്ടോ. അപ്പൊ അങ്ങനെ ഭർത്താവോട് പറഞ്ഞല്ലേ, നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസം മാനസാന്തരം എന്ന് പറഞ്ഞ ഒരേ യാഥാർത്ഥ്യത്തിന് 2 വശങ്ങളാണ് കേട്ടോ. കർത്താവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ പിടിച്ചോണ്ടൊരു പോക്കല്ലേ, യേശുവിന്റെ കൂടെയുള്ള നടപ്പാ ജീവിതകാലം മുഴുവനും. യേശു ക്രിസ്തുവിലായിരിക്കുന്ന എത്രാളും ഒരു പുതിയ സൃഷ്ടിയല്ലേ. പിന്നെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി വെച്ചിട്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് അല്ല, ഈശോയോട് സ്വന്തമായിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ. ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ് നടക്കണമെങ്കിൽ ഈ ഒരു പിടിയിൽ നമ്മൾ വിടണം. അത് വിടാനുള്ള കൃപ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച കുമ്പസാരിക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ ആ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ലൊരു കുമ്പസാരവും ഒരു പൂർണ്ണ സമർപ്പണവും അതങ്ങോട്ട് ചെയ്യുമ്പോഴേക്ക് അതല്ലേ ഈശോ പറഞ്ഞില്ലേ, അവനെ യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവിടെ ആ സമർപ്പണം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊന്ന് ഈശോയെ വിശ്വസിച്ച് ഈശോയെ സ്വീകരിച്ച് ജീവിതം സമ്പൂർണ്ണമായിട്ടൊന്ന് വെച്ചു കൊടുത്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മളൊക്കെ പുതിയ സൃഷ്ടികളാക്കി ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു പറഞ്ഞ് ജീവിക്കാനാകും. അതിന് ഈ ആഴ്ചയിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നിപ്പോ ഇത്രയും പേരെ വന്നിട്ടുള്ളതിലും ബാക്കിയുള്ളവരൊക്കെ അവര് യൂട്യൂബിൽ കാണും കേൾക്കും. നിങ്ങളും ഇത് 1-2 പ്രാവശ്യം കൂടി ഒന്ന് യൂട്യൂബിൽ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ജീവിതം ചുമ്മാ ഇപ്പം മുതൽ അങ്ങോട്ട് വിട്ടോളൂ. ആ വിടുന്നതിന്റെ തോതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്മനിറവ് നമുക്ക് അനുഭവിച്ചറിയാനാകും, സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാനാകും, നമ്മൾ പുതിയ സൃഷ്ടികളാകും. ദൈവത്തിന് സ്തുതി. ആമേൻ. താങ്ക് യു ആലീസ് ആന്റി. മനോഹരമായിട്ട് ആ എല്ലാ കാര്യങ്ങളും ആന്റി പറഞ്ഞു തന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി നമുക്ക് മെസ്സേജ് തന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് കിഴക്കേക്കര അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അച്ഛന് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായില് സ്നേഹം നിറഞ്ഞ മിശിഹ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇത്രയും നേരം മാനസാന്തരത്തിന്റെ ആവശ്യകതയെ കുറിച്ച് വളരെ ആഴമായിട്ട് നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ജോജോ സാറ് വളരെ മനോഹരമായിട്ട് ആ മാനസാന്തരത്തെ കുറിച്ചും, അതുപോലെ ബീന സ്റ്റാൻലി ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ മെന്ററാണ്. ബീന ആന്റി വളരെ മനോഹരമായിട്ട് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈശോയുടെ ആ ഒരു അനുഭവം
എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കും ഒരു ദൈവാനുഭവത്തിന്റെ നിറവ് കിട്ടുന്ന രീതിയിൽ ക്രിസ്തുവിനെ കൂടുതൽ അറിയാനായിട്ട് പ്രചോദനം ആകുന്ന രീതിയിൽ നമുക്കൊക്കെ പങ്കുവെച്ചു തന്നു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ തമ്പുരാന് തൊടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് വലിയൊരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് എത്താനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഈ നമ്മൾ മാനസാന്തരത്തെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സുകൾ ടോക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വചനത്തിന്റെ ആ ആധാരത്തിൽ നമുക്ക് സംസാരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തില് സ്നാപയോഹന്നാന്റെ പ്രഭാഷണം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. സ്നാപയോഹന്നാൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് തന്റെ ദൗത്യം ആരംഭിക്കുന്നത്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോനാഥൻ തന്റെ ദൗത്യം ആരംഭിക്കുമ്പോഴും മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അവസാന പ്രവാചകനായ സ്നാപയോഹന്നാനും ദേവോത്രനായ ഈശോനാഥനും ഒരുപോലെ ആവർത്തിച്ച് പറയുന്ന വചനഭാഗം മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്നാണ്. അപ്പോൾ എന്താണ് ഈ മാനസാന്തരം? ഈ മാനസാന്തരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ പഴയ അവസ്ഥയെ മാറ്റി പുതിയൊരു അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവണതയാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയോട് എല്ലാം നോ പറഞ്ഞ് പുതിയൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അല്പം കൂടെ ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മളൊരു ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ അതിന്റെ ക്യാപ്പ് റിമൂവ് ചെയ്യണം. ആ ക്യാപ്പ് റിമൂവ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാൻ സാധിക്കുകയില്ല. ഈ ക്യാപ്പ് റിമൂവ് ചെയ്യുന്ന, ആ ബോട്ടിലിലെ ക്യാപ്പ് റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമുക്ക് ചില ബന്ധനങ്ങളായിട്ട് കിടക്കുന്ന ചില പാപാവസ്ഥകൾ കാണും, ഈ ക്യാപ്പായിട്ട് കിടക്കുന്നത്. ചിലർക്കത് ചില ദുശീലങ്ങളായിരിക്കും, വേറെ ചിലർക്ക് അലസതയായിരിക്കും, കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ പണം ദൂർത്തടിക്കുന്നതായിരിക്കും, കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാപ്പാണ്. ഈ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവവചനം, ദൈവസ്നേഹം കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ക്യാപ്പുകൾ. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിലെ ദൈവസ്നേഹവും ദൈവവചനവും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നല്ല നന്മകൾ മറ്റൊരു വ്യക്തിയിലേക്ക് ലഭിക്കാനും കാരണമാവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മാനസാന്തരം ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ആവശ്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുനാഥനും സ്നാപയോഹന്നാനും തങ്ങളുടെ ദൗത്യം ആരംഭിക്കുമ്പോൾ ആദ്യമേ പറയുന്നത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഉള്ള ഒരു പുറപ്പാടാണ് മാനസാന്തരം. ദൈവസ്നേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയൊരുക്കലാണ് മാനസാന്തരത്തിലൂടെ സംഭവിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ തുടരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വീണ്ടും നമ്മൾ വചനത്തിന്റെ ആധാരത്തിൽ സംസാരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് ധൂർത്തപുത്രൻ ഉപമ നാം വായിച്ചു കേൾക്കുന്നുണ്ട്. ധൂർത്തപുത്രൻ എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അവൻ എല്ലാം വിട്ടെറിഞ്ഞ് വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവനെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് പിൻവിളികൾ അവൻ നേരിട്ടിട്ടുണ്ടായിരിക്കും. അവന്റെ സുഹൃത്തുക്കള് അവനോട് പറഞ്ഞു കാണും, നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്ക് ഞങ്ങളില്ലേ, ഇവിടെ തന്നെ കൂടിക്കൂടെ. അതുപോലെ അവന്റെ സാഹചര്യങ്ങൾ, അവൻ അനുഭവിച്ച ചില സുഖങ്ങൾ ചിലപ്പോൾ അവനെ അവിടെ തന്നെ നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് ധൂർത്തപുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. പിതാവിന്റെ സന്നിധിയിലേക്ക് എല്ലാം വിട്ടെറിഞ്ഞു വരുന്ന ധൂർത്തപുത്രനെയാണ് ഒരു മേലങ്കി വസ്ത്രം ധരിച്ച് അവനെ ആ കുടുംബത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുന്നത്. ഒരു മോതിരം അവന് ലഭിക്കുന്നുണ്ട്. അതുപോലെ കൊഴുത്ത കാളക്കുട്ടീനെ അവര് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ ധൂർത്തപുത്രൻ തന്റെ പഴയ അവസ്ഥയെ വിട്ട് പുതിയ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ വിട്ടുകൊടുക്കലാണ് നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരം എന്ന് പറയുന്നത്. നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ചെറിയൊരു കഥ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരിക്കലും ഒരു ഭക്തനായ മനുഷ്യൻ, കച്ചവടക്കാരനായ മനുഷ്യൻ, അദ്ദേഹം ഗ്രാമത്തില് ചന്തയിൽ പോയി കച്ചവടം ചെയ്ത് മടങ്ങുന്ന മനുഷ്യനാണ്. അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് ചന്തയിൽ പോയി കച്ചവടം കഴിഞ്ഞ് തിരികെ തന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ പതിവിന് വിപരീതമായിട്ട് ആ ദിവസം അല്പം ഇരുട്ടായി, രാത്രിയായി. അപ്പൊ കാട്ടിലൂടെ വേണം ഈ ഭക്തനായ മനുഷ്യന് തിരികെ വരാൻ. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാലിടറി വലിയൊരു കുഴിയിലേക്ക് വീഴുകയാണ്. കുഴിയിലേക്ക് വീഴുമ്പോൾ അദ്ദേഹത്തിന് പിടിവള്ളിയായിട്ട് ഒരു വള്ളിയെ പിടുത്തം കിട്ടുന്നു. അദ്ദേഹം ആ വള്ളിയിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ,
ഞാൻ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ടും നീ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച തന്നു? അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ഒരുപാട് നേരം അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്, മകനെ നിന്റെ കൈ വിട്ടുകൊള്ളുക, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. മകനെ നിന്റെ കൈ വിട്ടുകൊള്ളുക, ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. പക്ഷേ അദ്ദേഹം വിടുന്നില്ല. അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ദൈവമേ എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ഈ വള്ളിയിൽ പിടുത്തം കിട്ടിയത്. ഈ വള്ളി പോലും എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കുഴിയിൽ നിവദിക്കുമായിരുന്നു. ഈ വള്ളി എനിക്ക് ഒരു ആശ്രയമാണ്, ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണുപോകും. അങ്ങനെ ആ രാത്രി മുഴുവൻ വേദന സഹിച്ചു പിടിച്ച് ആ വള്ളിയിൽ തൂങ്ങി ആ മനുഷ്യൻ കിടക്കുകയാണ്. പ്രഭാതമായി പതിയെ വെളിച്ചം വീണ് തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ ആ കുഴിയിലേക്ക് നോക്കുമ്പോൾ അത് ചെറിയൊരു കുഴിയായിരുന്നു. അദ്ദേഹത്തിന് ആ കാല് ഒന്ന് നീട്ടി കുത്തിയിരുന്നെങ്കിൽ ആ കുഴിയിൽ കാല് ഉറയ്ക്കുമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ ഇതുപോലെയാണ് മാനസാന്തരത്തിന്റെ ചില അവസരങ്ങൾ എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് പറയുകയാണ്, നീ എല്ലാം വിട്ടെറിഞ്ഞ് എന്റെ കൂടെ പോരെ. നീ ഇപ്പോഴുള്ള നിന്റെ ചില സന്തോഷങ്ങള്, നിന്റെ ചില സൗഭാഗ്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് നീ എന്റെ കൂടെ പോന്നു. പക്ഷെ നമ്മൾ അതിനെ വിടാതെ അള്ളിപ്പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇനി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് സക്കേവൂസിന്റെ ജീവിതം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. സക്കേവൂസ് ആ മരക്കൊമ്പുകളെ വിട്ട് കർത്താവിന്റെ കരം പിടിച്ചപ്പോഴാണ് അവന് മാനസാന്തരം ഉണ്ടാകുന്നത്. ഇവിടെയും സക്കേവൂസ് തന്റെ സൗഭാഗ്യങ്ങളെ വിട്ട് കർത്താവിന്റെ കരം പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെയും വചനം ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ആയിരിക്കുന്ന അവസരങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ചില സൗഭാഗ്യങ്ങളെ, ചില നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളെ, ചില സൗഹൃദ വലയങ്ങളെ വിട്ട് നമ്മൾ കർത്താവിലേക്ക് അടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ മാനസാന്തരങ്ങൾ സംഭവിക്കുക. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തില് സാവൂളിനെ പൗലോസാക്കുന്ന ദൈവവചനം നമ്മൾ വായിക്കുന്നുണ്ട്. സാവൂള് കുതിരപ്പുറത്തു നിന്ന് വീഴുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചില വീഴ്ചകള്, അല്ലെങ്കിൽ ചില തകർച്ചകള്, ചില ഓർമ്മപ്പെടുത്തലുകൾ ദൈവം നൽകുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് ഒന്ന് യൂട്ടേൺ എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് തമ്പുരാന്റെ വഴിയിലേക്ക് മാറി നടക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയാൻ വൈകി പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് തമ്പുരാൻ നൽകുന്ന ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിൽ അനുദിനം നമ്മൾ സാക്ഷികളാകുന്നുണ്ട്. പക്ഷെ അതിനോട് എത്രത്തോളം നമ്മൾ ഉത്തരം നൽകുന്നുണ്ട്? നമ്മൾ ഉത്തരം നൽകുമ്പോൾ ആ ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവസ്നേഹമാണ് നമ്മുടേത്. നമുക്ക് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കുന്ന ആ ദൈവത്തെ നമുക്ക് കണ്ടെത്താം. ആ ദൈവാനുഗ്രഹത്തിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ഒന്നിച്ചായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ ഈശോയെ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. തമ്പുരാനെ, നിന്റെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ ഞങ്ങളിലേക്ക് നീ നിറയ്ക്കണമേ. ഈ സമയങ്ങളിൽ ഞങ്ങൾ കേട്ട കാര്യങ്ങൾ, മാനസാന്തരത്തെക്കുറിച്ച് ഞങ്ങൾ ഈ മണിക്കൂറുകളിൽ വിചിന്തനം ചെയ്ത എല്ലാ നല്ല വചനങ്ങളും നല്ല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാന് നീ സഹായിക്കണമേ. ഈശോയെ, മാനസാന്തരത്തിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ അവസ്ഥകളെയും മാറ്റി ഞങ്ങളെയും നിന്റെ സന്നിധിയിലേക്ക് ആനയിക്കണമേ. ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ സംഭവിച്ച മാനസാന്തരം, സക്കേവൂസിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാനസാന്തരം, സാവൂളിനെ പൗലോസാക്കിയ മാനസാന്തരം, ഞങ്ങളുടെ ജീവിതത്തിലും നീ കാരണം ഞങ്ങളുടെ ജീവിതങ്ങളെ മാനസാന്തരത്തിന് കാരണമാക്കി തീർക്കണമേ. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയെ, വിജയ കൂട്ടായ്മയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആലീസാന്റെയും ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പിന്റെ മെന്റർമാരെയും ലീഡർമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നിമിഷങ്ങളിൽ നിന്റെ വചനം കേൾക്കുവാനും നിന്നെ കൂടുതൽ അറിയുവാനുമായിട്ട് ഞങ്ങളെ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഇന്ന് നല്ലൊരു ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നാളെ പുതിയൊരു പ്രഭാതത്തില് കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമേ. വിശുദ്ധ ഔസേപിതാവേ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
വിചാരിക്കട്ടെ അച്ഛാ, ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛാ. അച്ഛന്റെ മെസ്സേജിനും അച്ഛന്റെ ഈ ഒരു വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി നൽകിയതിനും ഒക്കെ ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസം നമ്മൾ കടന്നു വന്ന എല്ലാ സെഷനും നമുക്കൊന്ന് ഓർക്കാം. നമുക്ക് വേണ്ടി വന്ന ജോസഫ് അച്ഛൻ, ആലിസുട്ടി ആന്റിയുടെ സെഷൻസ്, ജോജോ ചേട്ടന്റെ ടെസ്റ്റിമണി, അതിനു മുമ്പുണ്ടായിരുന്ന പ്രൊക്ലമേഷൻ, നമുക്ക് വേണ്ടി ജപമാലയും പ്രാർത്ഥനയൊക്കെ ചൊല്ലിയവരെ എല്ലാവരെയും നമുക്ക് ഓർക്കാം. എന്നിട്ട് ഇനിയുള്ള ഒരാഴ്ച അച്ഛൻ പറഞ്ഞ പോലെ ഏതെങ്കിലും നമ്മൾ തിരിച്ചറിയാതെ പോയ ഏതെങ്കിലും വള്ളിയിൽ നമ്മൾ അറിയാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല അവനെ. ഓക്കെ. പാടിക്കോ. ഓക്കെ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ബിൻസി ചേച്ചിയെ ഗാനത്തിനായിട്ട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എണ്ണി എണ്ണി തീരാത്ത നന്മകൾ എന്റെ മേൽ ചൊരിഞ്ഞവനെ, എണ്ണമില്ലാത്ത നിൻ നന്മകളകിലും പാരിതിൽ ഘോഷിക്കാൻ വരുന്നിതാ ഞാൻ. എണ്ണമില്ലാത്ത നിൻ നന്മകളകിലും പാരിതിൽ ഘോഷിക്കാൻ വരുന്നിതാ ഞാൻ. പാപക്കുഴിയിൽ നിന്നെന്നെ ഉയർത്തി രക്ഷയേകി നിൻ കൃപയാ. പാപക്കുഴിയിൽ നിന്നെന്നെ ഉയർത്തി രക്ഷയേകി നിൻ കൃപയാ. ഹൃദയത്തിൻ മലിനത നീക്കി നിതാന്തം നിന്നെ കാണാൻ കണ്ണു തുറന്നു. ഹൃദയത്തിൻ മലിനത നീക്കി നിതാന്തം നിന്നെ കാണാൻ കണ്ണു തുറന്നു. എണ്ണി എണ്ണി തീരാത്ത നന്മകൾ എന്റെ മേൽ ചൊരിഞ്ഞവനെ, എണ്ണമില്ലാത്ത നിൻ നന്മകളകിലും പാരിതിൽ ഘോഷിക്കാൻ വരുന്നിതാ ഞാൻ. എണ്ണമില്ലാത്ത നിൻ നന്മകളകിലും പാരിതിൽ ഘോഷിക്കാൻ വരുന്നിതാ ഞാൻ.